الحمد لله رب العالمين ملء السماوات وملء الأرض وملء ما شاء من شيء بعد. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد، صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته، واحشرنا تحت ظل لوائه المعقود. اللهم فصل وسلم وبارك على هذا النبي الأمي وعلى آله وصحابته ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الساعة أيان مرساها، يسألونك عن الساعة أيان مرساها، فيما أنت من ذكراها، إلى ربك منتهاها. صدق الله مولانا العلي العظيم، وصدق وبلغنا رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, നമ്മുടെ മുട്ടുന്തല മഖാം ഉറൂസിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു വാഅദ് പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് വെള്ളിക്കോത്ത്, അഭിനന്ദരായ നമ്മുടെ ഖത്തീബ് അസ്ഹരി ഉസ്താദ്, അഭിനന്ദരായ മാണിക്കോത്ത് ഖത്തീബ് കബീർ ഫൈസി ഉസ്താദ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു വളരെ പ്രമുഖരും പ്രശസ്തരുമായ നേതാക്കന്മാർ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഒത്തുചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരിക്കലൂടെ നമുക്ക് ഒരുമിച്ച് ചേരാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പറഞ്ഞതിൻ്റെ ബാക്കി, കഴിഞ്ഞ വർഷത്തേതിൻ്റെ ബാക്കി എന്നൊരു ക്യാപ്ഷൻ കൊടുത്തപ്പോൾ കബീർ ഫൈസി ഉസ്താദ് തമാശ പറഞ്ഞു, അത് അടിൻ്റെ ബാക്കിയാണോ അതല്ല പറഞ്ഞതിൻ്റെ ബാക്കിയാണോ ഈ നടക്കാൻ പോകുന്നത്? അപ്പം നമ്മൾ പറഞ്ഞു വെച്ച വിഷയത്തിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ്. അതിനൊരു ബാക്കിനെ ഇല്ലാതിരിക്കട്ടെ, അതന്നെ. അങ്ങനെ അടിയും പ്രശ്നമൊന്നും ഇവിടെ വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് സമാധാനപരമായി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അമൽ ചെയ്യാനുള്ള അവസരം വേണം. പിന്നെ ഒരു പൊതുവെ ഒരു ഫെസ്റ്റിവൽ മൂഡ് പോലെ തോന്നുന്നുണ്ട് ആ പരിസരത്തൊക്കെ. ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാണോ വേദ കേൾക്കാൻ വന്നതെന്ന് അറിയില്ല. ചെറുപ്പക്കാർക്കൊക്കെ ഒരു കസേര കൊടുക്കി, ഇവിടെ ഒന്ന് കുറച്ച് കസേര വളണ്ടിയർമാരെ നിർത്തിയാൽ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമായിരിക്കും. പക്ഷേ നമ്മുടെ ഈ മുറ്റത്ത് കസേര വെക്കണം. സാധനം വാങ്ങിക്കൊരു കച്ചവടമൊക്കെ പിന്നാക്കണം. പക്ഷേ കച്ചവടക്കാരെ വിഷമിക്കേണ്ട, ഒരു വാങ്ങിക്കോളും. നമ്മൾ വേദ കേൾക്കട്ടെ, ഇരുന്ന് കേൾക്കണം എന്നാണ്. അപ്പോഴാണ് മജ്ലിസ് എന്ന് പറയാൻ. ഇൽമ് ഇരുന്ന് കേൾക്കാനുള്ളതാണ് മജ്ലിസുൽ ഇൽം. അന്ത്യനാളിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2 ദിവസവും ചർച്ച ചെയ്തത്. ആയിരക്കണക്കിന് സംഭവങ്ങൾ
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ മുന്നോടിയായി ലോകത്ത് നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒട്ടുവളരെ അടയാളങ്ങൾ അലാമത്തുൽ സുഖയും അലാമത്തുൽ കുബ്രയും ഇന്ന് മുഖ്യമായും ചെറിയ അടയാളങ്ങളിൽ നമ്മൾ പറയാൻ ബാക്കി വെച്ചത് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതൊക്കെ ഖിയാമത്തിന്റെ അടയാളാണല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ഖിയാമത്തിന്റെ അടയാളത്തെ നമ്മളങ്ങ് അലംഭാവത്തോടെ കാണാനുള്ളതല്ല ഒന്ന്. മറ്റൊന്ന്, അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പിന്നെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതുമല്ല. സത്യവിശ്വാസി കർമ്മ നിരതനായി മുന്നേറേണ്ട ആളാണ്. നമ്മളുടെ അമൽ, നമ്മുടെ നിസ്കാരം, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ ദാനധർമ്മം, നമ്മുടെ നല്ല മനസ്സ്, നമ്മുടെ നല്ല സ്വഭാവം, അതൊക്കെ തുടർന്നുകൊണ്ടേ പോകേണ്ടവരാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ എല്ലാവർക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ തിരുനബി പറഞ്ഞത് അല്ലാഹു നൽകുന്ന വിവരമല്ലയോ? അല്ലാഹു നൽകുന്ന വിവരം കൊണ്ടല്ലേ അങ്ങനെ പറയാൻ കഴിയൂ? 14 നൂറ്റാണ്ടുകൾക്കപ്പുറം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു വെച്ചു. അതിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാവും. നമുക്ക് നമ്മുടെ റസൂലിനോട് സ്നേഹം കൂടും, നബിതങ്ങളോട് ആദരവ് വർദ്ധിക്കണം. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹയിൽ മൗതാ. അല്ലാഹുവേ, മരിച്ചവരെ എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഖാല അവലം തുഅ്മിൻ. ഇബ്രാഹിം നബിയെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല, ഉണ്ട് പടച്ചവനെ. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിന് ഒരു ആശ്വാസം ലഭിക്കാനാണ് പടച്ചവനെ. ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കാനാണ്. അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഖുദ അർബഅതം മിനത്വയ്ർ, 4 പക്ഷികളെ പിടിച്ചേക്കണം, അവയെ അറുക്കുക, അവയുടെ മാംസങ്ങൾ മിക്സ് ചെയ്തിട്ട് 4 മലകളുടെ മുകളിൽ ഓരോ ഓഹരിയായി 4 പാതിയായി നിങ്ങൾ അതിനെ വെക്കുകയും ആ പക്ഷികളോട് നിങ്ങൾ പറയുക, എൻ്റെ അടുത്തേക്ക് പറന്നു വരൂ എന്ന് പറഞ്ഞാൽ അവകൾ പാറി പറന്നു വരുന്നത് കാണാൻ കഴിയും. ഇബ്രാഹിം നബിയെ, ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിയാണ്. പക്ഷെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചു. ദൃഷ്ടാന്തം ചോദിക്കുന്നത് ഈമാൻ വർദ്ധിക്കുവാനാണ്. അല്ലാഹുവിന്റെ മറുത്ത ചോദ്യം അവലം തുഅ്മിൻ, നിങ്ങൾ വിശ്വസിച്ചില്ലേ എന്നാണ്. ഖാല ബല, ഒന്ന് പടച്ചവനെ, എനിക്ക് വിശ്വാസമുണ്ട്. എന്തെന്നറിയോ? 16 വയസ്സുള്ളപ്പോഴാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. 16 വയസ്സ്, അന്ന് നബിയല്ല ഇബ്രാഹിം അലൈഹിസ്സലാം. ആ നേരത്തെ ഈമാൻ കൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയെ നീ തണുപ്പും രക്ഷയുമായി മാറിക്കൊടുക്കണം. അങ്ങനെ ഈമാനുള്ള നബി അല്ലാഹുവിനോട് ദൃഷ്ടാന്തം ചോദിച്ചു. എന്തിനെന്നറിയോ? ലിയത്മഇന്ന ഖൽബി, ഹൃദയത്തിന് ഒരു ആശ്വാസം ലഭിക്കാൻ. ഹൃദയത്തിന് ആശ്വാസം ലഭിക്കാൻ അല്ലാഹു നമുക്ക് ആത്മനിയത്ത് നൽകട്ടെ. ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴും നമുക്കത് ഓർമ്മ വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ ഖാമത്തിസ് സാഅ വഫീ യദി അഹദികും ഫസീല فإن استطاع ألا يقوم حتى يغرسها فليغرسها.
ഖിയാമത്ത് നാളിന്റെ ഭൂകമ്പങ്ങൾ സംഭവിക്കുകയും അന്ത്യനാളിന്റെ മഹാപ്രകമ്പനങ്ങൾ കാണാൻ തുടങ്ങുകയും അല്ലാഹുവിന്റെ ഭൂമി പൊട്ടിപ്പിളരുകയും കടൽ ജലം കത്തുകയും കടൽ ജലം ഭൂമിയിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന മഹാ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ഇദാ ഖാമത്തിൽ ഖിയാമ ഖിയാമത്ത് സംഭവിക്കുകയും വഫീ യദി അഹദികും ഫസീല ഫസീലത്ത് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ ചെറിയ തൈക്ക് പറയുന്ന പേരാണ് ഫസീല. ഖിയാമത്ത് നടക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ ചെറിയ തൈയുണ്ട്, എന്നാ പിന്നെ ഇട്ടേച്ച് ഓടണമെന്നാണോ? فإن استطاع ألا يقوم حتى يغرسها فليغرسها. ആ ചെടി അവിടെ കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കുഴിച്ചിട്ടിട്ടേ നിങ്ങൾ ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ചെടിയും മരങ്ങളും സസ്യലതാദികളും പച്ചപ്പും നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുന്ന ഹദീസാണിത്. ഒരു ചെറിയ ചെടിയുടെ തൈ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നട്ടുവെച്ചിട്ടേ നിങ്ങൾ പിന്നെ ഓടാൻ പാടുള്ളൂ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നട്ടിട്ട് പോകണം. മറ്റൊന്ന്, ലോകാവസാനം സംഭവിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളിലെ ക്രിയാത്മകത, നിങ്ങളിലെ കർമ്മോത്സുകത നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ ജോലിയെടുക്കണം, നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ പണിയെടുക്കണം. അപ്പോഴും അന്ത്യനാളിന്റെ അടയാളങ്ങൾ നമ്മൾ ബാക്കി വെച്ചത് പറയാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് ദൃഷ്ടാന്തങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാനും ഈമാൻ വർദ്ധിക്കാനും നിമിത്തമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്ന മിൻ അശറാത്തിസ് സാഅതി അൻ യർഫഅൽ ഇൽമു വയദ്ഹറൽ ജഹ്ലു ويفشو الزنا وتشرب الخمر ويذهب الرجال وتبقى النساء حتى يكون ل50 امرأة قيم واحد متفق عليه صحيح البخاري مسلم الحديث عن ذلك. إن من أشراط الساعة അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൻ യുർഫഅൽ ഇൽമു, ഇൽമു അല്ലാഹു ഉയർത്തിക്കളയുന്നത്. وذلك بقبض العلماء, ആലിമീങ്ങളെ അല്ലാഹു മരിപ്പിക്കുന്നതിലൂടെയാണ് അത് സംഭവിക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു ഉയർത്തപ്പെടുക. വയദ്ഹറൽ ജഹ്ലു, വിവരക്കേട് പ്രത്യക്ഷപ്പെടുക. വിവരക്കേട് പ്രത്യക്ഷപ്പെടുക, ജഹൽ, വിവരമില്ലാത്ത ആളുകൾ ഓരോന്ന് പറയുകയും എഴുതി വിടുകയും ക്ലിപ്പാക്കി വിടുകയും ചെയ്യുന്ന കാലം. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ജഹല് കുറെ വാട്സപ്പ് ശേഖന്മാരും ഫേസ്ബുക്ക് ശേഖന്മാരൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാലം. തോന്നിയത് മനുഷ്യന്മാര് എഴുതി വിടുകയാണ്, ഇന്നത് ഹറാം ഇന്നത് ഹലാൽ. എന്ത് അതിന് മനസ്സിലായിട്ടുണ്ടോ? എന്താണ് ഹലാൽ, എന്താണ് ഹറാം? വിവരക്കേട് പ്രത്യക്ഷപ്പെടുക, അടിസ്ഥാനമുള്ളതും ഇല്ലാത്തതും മനുഷ്യൻ എഴുതി വിടുക. പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിന്റെ അത്ഭുതമുണ്ട്. മനുഷ്യന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്ക്രീനിന്റെ മുമ്പിൽ പോപ്പ് ചെയ്യുന്ന അവസ്ഥ. മണ്ടത്തരായിരിക്കും പ്രത്യക്ഷപ്പെടുക. വ്യഭിചാരം വർദ്ധിക്കുന്നതും മദ്യപാനം മദ്യപിക്കപ്പെടുന്ന കാലം വരുന്നതും വ്യഭിചാരം വർദ്ധിക്കുന്നതും അനാവശ്യം കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കല്ല. ഇത് പ്രവാസികളെ കുറിച്ച് പറഞ്ഞോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഗൾഫുകാരെ കുറിച്ച് പറഞ്ഞതാണോ എന്ന്. ഹദീസിന്റെ വാക്കെന്താണ്? പുരുഷന്മാർ പോവുകയും പെണ്ണുങ്ങൾ ബാക്കിയാവുകയും ചെയ്യുന്ന കാലം. ആണുങ്ങൾ മരിക്കുക എന്നല്ല പ്രയോഗം, നമ്മൾ അർത്ഥം വെക്കുന്നതാണ്. ആണുങ്ങൾ മരിച്ചു പോവുക, പെണ്ണുങ്ങൾ ബാക്കിയാവുക. പുരുഷന്മാർ എങ്ങോട്ടോ പോവുക, ചിലപ്പോൾ മരിച്ചു പോകാനാകാം, അല്ലാതെ യാത്ര പോകാനാകാം. പെണ്ണുങ്ങൾ ഇവിടെ ബാക്കിയാകും. ഏകദേശം 50ഓളം പെണ്ണുങ്ങൾക്ക് ഒരേ ഒരു കൈകാര്യകർത്താവ്. 50 വീട്ടിലെ
സാധനം മേടിച്ചു കൊടുക്കാനും അവരുടെ കാര്യം നിർവഹിച്ചു കൊടുക്കാനും ഒരാൾ എന്ന രീതിയിൽ പുരുഷന്മാരൊക്കെ നാടുകൊണ്ടു പോകുന്ന കാലം പുരുഷന്മാർ പോവാണ്. മരിച്ചു പോവാൻ നമുക്ക് അതിന് അർത്ഥം കൊടുക്കാൻ പറ്റും. പക്ഷെ ഹദീസിന്റെ വാക്ക് പുരുഷന്മാർ മരിക്കുക എന്നല്ല ഈ ഹദീസിൽ കാണുന്നത്. എന്താ? ഒരു യാത്ര പോവാണ്, വിസ ടിക്കറ്റ് എടുത്തിട്ട് പോവാണ്. പോയിട്ട് നാട്ടിൽ ആണുങ്ങളുണ്ടോ? ഇല്ല. ആരാ ഉള്ളത്? പെണ്ണുങ്ങളാണ്. എല്ലാ ചെറുപ്പക്കാരും 18 വയസ്സാകുമ്പോഴേക്കും പാസ്പോർട്ടും ടിക്കറ്റ് എടുത്തിട്ട് പോവാണ്. ആണുങ്ങളൊക്കെ പോയി 50ഓളം പെണ്ണുങ്ങൾക്ക് ഒരു ആൺ എന്ന രീതിയിൽ കൈകാര്യകർത്തൃത്വം ഒരാളിൽ 50 ആളുകൾക്ക് ഒരു ആൺ എന്ന രീതിയിൽ ആയിത്തീരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടുമിക്ക വീടുകളിലും സംഭവിക്കുന്ന അപകടങ്ങൾക്കൊക്കെ കാരണം ഈ പോക്കാണല്ലോ. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞില്ലേ, ഫത്വ കൊടുത്തില്ലേ, ഏത് പുരുഷനും കല്യാണം കഴിച്ച ഒരാൾ തന്റെ കുടുംബത്തിൽ നിന്ന് 4 മാസത്തിലപ്പുറം അകന്നു നിൽക്കരുതേ ഇല്ലാ ബിഇദ്നിഹിന്ന, തന്റെ ഭാര്യയുടെ സമ്മതം ഉണ്ടെങ്കിൽ ഒഴികെ. ഭാര്യ പറയണം, എനിക്ക് കുഴപ്പമില്ല, നിങ്ങളൊരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതി, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അവളെ സംബന്ധിച്ച് ആത്മവിശ്വാസവുമുണ്ട്, അവൾ വഞ്ചിക്കുന്ന പെണ്ണല്ല. അങ്ങനെ സമ്മതം കിട്ടിയാലല്ലാതെ ഒരു പുരുഷനും 4 മാസത്തിലപ്പുറം വിട്ടുനിന്നുകൂടാ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. യദ്ഹബർ റിജാൽ ഇന്ന ബൈന യദൈ സാഅ. ഒരുപാട് ഹദീസുകളാണ് പറയാൻ പോകുന്നത്. ഇന്ന ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പ് സംഭവിക്കാൻ പോകുന്നുണ്ട്. ലഅയ്യാമൻ, ഒരുപാട് ദിവസങ്ങൾ. യൻസിലു ഫീഹൽ ജഹ്ലു വയുർഫഉ ഫീഹൽ ഇൽമു വയക്സുറു ഫീഹൽ ഹറജു വൽ മറജ്. ഹറജും മറജും വർദ്ധിക്കുന്ന ഒരു കാലം, വിവരക്കേടുണ്ടാകുന്ന കാലം, ഇൽമ് നഷ്ടപ്പെടുന്ന കാലം. അങ്ങനെ അന്ത്യനാളിന്റെ മുമ്പ് അൽ ഹറജു വൽ മറജ്. എന്താണ് ഹറജും മറജും യാ റസൂലല്ലാഹ്? ഖാല അൽ ഖത്ലു, കൊലപാതകം വർദ്ധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകം വർദ്ധിക്കുകയാണ്, കുത്തിക്കൊന്നു. കേട്ടില്ലേ? ഒരു മനുഷ്യനെ കുത്തെന്നൊക്കെ പറഞ്ഞ എന്താ? ഇത് ആടിന് പശുവിനല്ല, മനുഷ്യന്റെ ദേഹത്താണ്. കൊലപാതകം വർദ്ധിക്കുകയാണ്. ഇന്നത്തെ സിറിയയിലും ഫലസ്തീനിലും ഈജിപ്തിലും ലിബിയയിലും അവിടെ നിന്നങ്ങോട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ അല്ലാത്ത രാജ്യങ്ങളിലൊക്കെയും കൊലപാതകം വർദ്ധിച്ചിരിക്കുകയാണ്. മനുഷ്യന്മാർ കൊല്ലാണ്. മാസീവ് കില്ലിംഗ്. 100, 200, 500 ആളുകളൊക്കെയാണ് ഒരു കാർ ബോംബിൽ, ഒരു സൂയിസൈഡ് അറ്റാക്കിൽ മരിക്കുന്നത്. കൊലപാതകം ഇങ്ങനെ വർദ്ധിക്കുന്നത് അപകടമാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായി അടിച്ചു തകർക്കുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ വധിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. കഅബയെ ഹജറൻ ഹജറ, കല്ല് കല്ലായി കഅബയെ അടിച്ചു തകർക്കുന്നതിനേക്കാളും കഅബാലയം പൊളിക്കുന്നതിനേക്കാളും അല്ലാഹുവിന്റെ അടുത്ത് ഗൗരവം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഒരു മനുഷ്യനെ വധിക്കുന്നതാണ്. ചെയ്തു പോകരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾ കൊലപാതകളായി പോകാതെ, കൊലപാതകം ചെയ്യുന്ന, മർഡർ ചെയ്യുന്ന ആളുകളായി പോകാതെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെറിയ മക്കളിലേക്ക്, കുട്ടിപ്രായമുള്ള മക്കളിലേക്ക് വരെ കൊലപാതകത്തിന്റെ വാസനകൾ എത്തിത്തുടങ്ങിയില്ലേ? കുട്ടിയുടെ ഗെയിം പോലും അങ്ങനെയാണ്. കൊല്ലുന്ന തരത്തിലുള്ള ഷൂട്ടിംഗ് ഗെയിമുകൾ, ആളെ കൊല്ലുന്ന ഗെയിമുകൾ മേടിച്ചു കൊടുക്കരുതേ പൊന്നു രക്ഷിതാക്കളെ, ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് ലാഘവം തോന്നി തുടങ്ങും, വളരെ നിസ്സാരമായി തോന്നും വധിക്കുക എന്ന് പറയാൻ. ചെറിയ മക്കളൊക്കെ എന്താ പറയാ,
അവരൊന്ന് കളിപ്പിച്ചൊന്ന് ദേഷ്യം പിടിപ്പിച്ചാൽ I will kill you. ചെറിയ കുട്ടി പറയുന്നത്, 4 വയസ്സുള്ള കുട്ടിയെ ഞാൻ ചോദിച്ചു, കുട്ടീനെ സ്കൂളിലൊന്നും ആക്കിയിട്ടില്ല. ആ കുട്ടി എൻ്റെ കൂട്ടുകാരൻ കളിപ്പിച്ചപ്പോ കുട്ടി തമാശയിൽ പറയാണ് I will kill you. കുട്ടി സ്കൂളിൽ പോയിട്ടില്ല, മലയാളിയായ കുട്ടിയെ, പക്ഷെ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊല്ലുന്നാണ് ഈ പറയുന്നത്. I will kill you. എവിടുന്നാ കുട്ടിക്ക് ഇത് കിട്ടിയത്? കുട്ടി എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? ഗെയിമുകളിൽ നിന്ന്, അവരുടെ കാർട്ടൂൺ ഫിഗറുകളിൽ നിന്ന്. കില്ലിംഗ്, മാസീവ് കില്ലിംഗ്. ഇങ്ങനെ വധം കൂടുന്നത്, കൊലപാതകം വർദ്ധിക്കുന്നത്, മനുഷ്യന്മാർ അന്യായമായി കൊല്ലപ്പെടുന്നത് അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്ന അപകടങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഹ്ലാലുൽ അഗാനി വൽ മആസിഫ്, പാട്ടുകളും മ്യൂസിക്കുകളും ഹലാലാണെന്ന് വരുത്തുന്നത്. അഗാനി, മ്യൂസിക് ഉപയോഗിച്ചുള്ള പാട്ടുകൾ നമുക്ക് പാടില്ലാത്തതാണ്, ഹറാമാണ്, കുറ്റകരമാണ്. മആസിഫ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാമാണെന്നതിന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. അതിന് നല്ല മൗലിക പാട്ട് നിങ്ങൾ മ്യൂസിക് വെച്ച് വിട്ടാൽ അത് ഹറാമ് തന്നെയാണ്. ബുർദയുടെ പാട്ട് മൗലിക വെച്ച് വിട്ടത് നിങ്ങൾ മ്യൂസിക് ചെയ്ത് വിട്ടു, ഹറാമാണ്, ഒരു സംശയമില്ല. നല്ല മാപ്പിളപ്പാട്ട് മ്യൂസിക് വെച്ച് വിട്ടു, അത് ഹറാമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹലാലാക്കാൻ പറ്റൂ. അത് ഹറാമ് തന്നെ. അതിൻ്റെ ഒക്കെ അഡിക്ഷൻ വന്ന ആളുകൾ മെല്ലെ മെല്ലെ ഒഴിവാക്കി വിടും. അതിനൊക്കെ പകരം ഖുർആൻ കേൾക്കും. തങ്ങൾ പറഞ്ഞ അടയാളം എന്തെന്നറിയോ? ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. അതിനേതെങ്കിലും ഒരു ഉസ്താദിന്റെ വേദനുണ്ടാവും, ചിലപ്പോ കുഴപ്പമില്ല. അത് ദീനി പാട്ടാണെങ്കിൽ പിന്നെ പറ്റുമെന്നൊരു മസാലുണ്ട്. അതാണ് പറയുന്നത്. എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. ഒരു വിഭാഗം വ്യഭിചാരം അവർ ഹലാലാണെന്ന് പറയും. പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹലാലാണെന്ന് വരുത്തും. കള്ളു കുടിക്കുന്നത് ഹലാലാണെന്ന് പറയും. മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് പറയുന്ന സമുദായം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാ പറഞ്ഞ 4 വിഷയങ്ങൾ? എന്തൊരു ഗൗരവമാണ്. എന്ന് പറഞ്ഞാൽ അൽ ഫർജ്, വ്യഭിചാരം ഹലാലാണെന്ന് പറയും തുടങ്ങി. എന്തേ? ഒരു പെണ്ണിന് അവരുടെ മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് അവർ പരിഭാഷ വെച്ച് അർത്ഥം വായിക്കുന്നത് ഉജൂറഹുന്ന, അവർക്ക് വേതനം കൊടുക്കണം. ഇപ്പം പൈസ കൊടുത്ത ഹലാലായി. ഇങ്ങനെ ഖുർആന്റെ ദുർവ്യാഖ്യാനം ചെയ്യും. ഖുർആനിന്റെ വ്യാഖ്യാതാക്കളാണ് ഖുർആനിന് അർത്ഥം പറയേണ്ടത്. കൃഷ്ണൻ പഠിച്ച മനുഷ്യനല്ല, അറബി മനുഷ്യനായതുകൊണ്ട് അർത്ഥം പറയാൻ പറ്റുമോ? ഖുർആനിന് പറ്റില്ല. അറബ് ഭാഷ മാതൃഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ഖുർആനിൽ തഫ്സീർ ചെയ്യാൻ പറ്റുമോ? പാടില്ലാത്തതാണ്. ആര് ചെയ്യണം? ഉലമാ ചെയ്യണം. ഖുർആനിന്റെ ഉലൂമുകൾ പഠിച്ച ആളുകൾ. നിങ്ങൾ അവർക്ക് അർഹമായ മഹർ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഹലാലാണെന്ന് പറയുന്ന ആ ഭാഗം അല്ലാഹു എന്തുകൊണ്ട് മുഹൂറഹുന്ന, അവരുടെ മഹർ എന്ന വാക്ക് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഉജൂർ എന്ന് പറഞ്ഞു? അതിന് കാരണമുണ്ട്. ഇതൊന്നും നോക്കാതെ എന്ത് അർത്ഥം? അജ്ർ, കൂലി, വൈജസ്. അപ്പോ വ്യഭിചരിക്കാം, കാശ് കൊടുത്താൽ മതി എന്ന് പറയുന്ന ആളുകൾ എന്റെ സമുദായത്തിൽ വരാനുണ്ട്. അതൊക്കെ ഇപ്പൊ ഗൾഫ് നാട്ടിൽ അറബികളിലിപ്പോ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരുമെന്നാണ് ഇപ്പൊ എന്റെ പേടി. വ്യഭിചാരം ഹലാലാണെന്ന് പറയുകയും പട്ടിന്റെ ഉടയാളകൾ, പട്ടുവസ്ത്രം. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇതെന്റെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും എന്റെ പുരുഷന്മാർക്ക് ഹറാമും എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് ഹലാലുമാണ്. പെണ്ണുങ്ങൾക്ക് ധരിക്കാം കാഞ്ചീപുരം സിൽക്സ്,
അല്ലേ? സിൽക്കുകൾ അവർക്ക് ധരിക്കാം. ഇനി പുരുഷന്മാർക്ക് സിൽക്ക് ധരിക്കുന്ന കാലം വരും. ആദ്യം ചിലപ്പോൾ ഒരു ടൈ ഒക്കെ ആദ്യം ഇറക്കുക, പുരുഷന്മാരുടെ ടൈ, സിൽക്കിന്റെ ടൈ, പിന്നെ ഒരു കോട്ട് ഇറങ്ങും, പിന്നെ പുതിയാപ്പിളയുടെ ഡ്രസ് ഇറങ്ങി തുടങ്ങും, പിന്നെ അത് സർവ്വസാധാരണം അല്ലേ? വ്യഭിചാരവും പട്ടുവസ്ത്രവും പുരുഷന് ഹലാലാണെന്നും വ്യഭിചാരം ഹലാലാണെന്നും പറയുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്. മദ്യപിക്കുന്നത് ഹലാലാണെന്ന് പറയുന്നവർ വരും. മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആ ഇൻസ്ട്രുമെന്റുകൾ ഹലാലാണെന്ന് ഹലാൽ വൽക്കരിക്കുന്നവർ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാട്ടുപാടുന്ന പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്നത്, അവർക്ക് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുന്നത്, അവരെ സ്റ്റേജുകളിൽ കയറ്റുന്നത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ പെൺകുട്ടിയെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ, അന്യ ആളുകളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നത് മാതാപിതാക്കൾ ചെയ്യുന്ന ഗുരുതരമായ ഹറാമല്ലയോ, കുറ്റകരമല്ലേ? ആർക്കാണ് സംശയമില്ലാത്തത്? അവിടെ നിന്ന് പറയുമായിരുന്നു, ഈ സമൂഹത്തിൽ വരാനുണ്ട് ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ പെയ്യുന്നതും, ഭൂമിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ആഴ്ത്തപ്പെടുന്നതും, മനുഷ്യരുടെ മുഖം പോലും കോലം മാറുന്ന രീതിയിൽ അല്ലാഹു പരീക്ഷിക്കുന്നതും ഈ ഉമ്മത്തിൽ വരാനുണ്ട്. ഇത് സംഭവിക്കുന്നത് എന്റെ സമൂഹത്തിലെ ആളുകൾ കണ്ണുകുടിയന്മാരായി മാറുമ്പോഴാണ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഇൻടോക്സിക്കൻസ്, മയക്കുമരുന്നുകളടക്കം, മദ്യപാനമടക്കം എന്റെ സമൂഹത്തിലെ ചെറുപ്പക്കാരിലും അല്ലാത്തവരുടെയും ശരീരത്തിലേക്ക് ഹറാമുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും മ്യൂസിക് ഉപകരണങ്ങളിൽ അവർ അടിക്കുകയും ചെയ്താൽ, അടിക്കുന്ന മ്യൂസിക്കുകളല്ലേ, മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുകയും പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും മദ്യപിക്കുകയും ചെയ്താൽ, ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാട്ടുപാടുന്ന പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നവരും അധികം ആളുകളും എന്താ? വ്യഭിചാരിണികളായ പെണ്ണുങ്ങൾ. അവർക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കണം, അവരുടെ ശിങ്കിടിമാർക്ക് പിമ്പുകളായി ജോലി ചെയ്തിട്ട് കാശ് കിട്ടണം. ഒരു പ്രദേശത്തേക്ക് അവരെ കൊണ്ടുവന്നാൽ ഇത്രയാണ് കമ്മീഷൻ, ഇന്ന ഇന്ന VIP-കൾക്ക് കാഴ്ചവെച്ചാൽ ഇതിന് പകരം ഇത്ര. അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ടുകളായ ആളുകളെ കൊണ്ടുവരുന്ന സമ്പ്രദായം മുസ്ലിം ഉമ്മത്ത് നിർത്തിവെക്കണേ. മുസ്ലിം ഉമ്മത്തിൽ നടക്കാൻ പാടില്ല. പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുന്നത് എന്ത് മാപ്പിളപ്പാട്ടായിക്കോട്ടെ, എന്ത് പാട്ടുകളായിക്കോട്ടെ, പെണ്ണുങ്ങൾക്ക് പാടിക്കൊടുത്തോട്ടെ. മ്യൂസിക് ഇല്ലാതെ നല്ല പാട്ടുകൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടാനുള്ളവരല്ല അവർ. അത് കല്യാണത്തിന്റെ വേദിയിലാണെങ്കിലും, വിവാഹത്തിന്റെ ശ്രദ്ധയിലാണെങ്കിലും, നിക്കാഹിന്റെ ശ്രദ്ധയിലാണെങ്കിലും, എവിടെ ആയിക്കൊള്ളട്ടെ, അന്യ പെണ്ണുങ്ങളെ സ്റ്റേജിലേക്ക് കയറ്റുന്ന പരിപാടി ഈ സമൂഹത്തിന് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അൽ ഖസ് വൽ ഖദ്ഫ് വൽ മസ്, കോലം മാറിപ്പോകും മുഖത്തിന്റെ. ചരൽക്കല്ലുകൾ മഴവർഷിക്കുകയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അപകടം സംഭവിക്കും. അതൊക്കെ നടക്കുന്നത് മദ്യപിക്കുമ്പോഴാണ്. പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ്. മ്യൂസിക് ഉപകരണങ്ങളിൽ അടിക്കുമ്പോഴാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പത്തര കല്യാണത്തിന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? പറ്റില്ല. എന്നാണ് എപ്പോഴാണ് പോകാൻ പറ്റുക? നിങ്ങൾ അവിടെ ചെന്നാൽ ആ തെറ്റവരെ കൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഇല്ലെങ്കിൽ പോകാൻ പോലും പാടില്ലെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഗാനമേളകൾ എന്നൊക്കെ പറഞ്ഞ് ഓടാൻ നിൽക്കേണ്ട. അതിൽ പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്.
മ്യൂസിക് ഇല്ലാതെ നല്ല പ്യൂർ നല്ല പാട്ടുകൾ, നല്ല രണ്ട് ചെറുപ്പക്കാരുടെ പാട്ട് പാടിയില്ലേ, എന്തൊരു മനോഹരം, എന്തൊരു മനോഹരം, നല്ല അർത്ഥമുള്ള പാട്ട്, ഒരു കുഴപ്പമില്ല. ചെറുപ്പക്കാരോടൊന്ന് പാടുകയാണ്, നല്ല പാട്ടാണ്, മ്യൂസിക് ഇല്ല, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പാടുന്ന പാട്ടാണ്, ഒരു കുഴപ്പമില്ലല്ലോ. മ്യൂസിക് ഉപയോഗിക്കരുത്, പാട്ട് പാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റരുത്, മദ്യപിക്കരുത്. ഹബീബായ തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു തരുന്നതിനുണ്ട്. മനുഷ്യൻ കുടുംബ ബന്ധം മുറിക്കുന്നത്, കുടുംബബന്ധം മുറിക്കുന്നത് ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന്. എന്തൊരത്ഭുതം! പിതാവിനോട് മകൻ മിണ്ടുന്നില്ല, എന്റെ വിഷയം എന്നറിയോ? പാപ്പ ജ്യേഷ്ഠൻ എന്തോ കൊടുത്തോന് കൊടുത്തിട്ടില്ല. ഉമ്മയോട് പിണക്കത്തിലാണ്, എന്തേ? ഉമ്മ എന്തോ ജ്യേഷ്ഠത്തി കേസി കൊടുത്തു, അനിയത്തിക്കൊന്നും കിട്ടിയില്ല. എളാപ്പയും മൂത്താപ്പയും തമ്മിൽ തർക്കത്തില, എന്തറിയോ? പൊതുവഴിക്ക് അവിടെ വരാനുള്ള വഴിക്ക് ഒരു അരസന്റെ ഒരു അടി വിട്ടുകൊടുക്കാൻ എളാപ്പ തയ്യാറായിട്ടില്ല. കുടുംബം പിണക്കത്തില, ഒരു വണ്ടി പോലും കടന്നു വരാതെ അവരെ ബുദ്ധിമുട്ടിച്ചു. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ അടി കൊണ്ട് ഭൂമി കൊണ്ട് എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ മനുഷ്യൻ ഉൽമ ചെയ്യാൻ, സമ്പത്തിന്റെ പേരിലാണ് ഇന്ന് പിണക്കങ്ങൾ മുഴുവനും. നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബം വഴിതെറ്റിപ്പോകുന്നത്, പിണങ്ങിപ്പോകുന്നത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ. ജ്യേഷ്ഠനും അനുജനും മിണ്ടുന്നില്ല, വാപ്പയും മക്കളും മിണ്ടുന്നില്ല, ഉമ്മയും മക്കളും മിണ്ടുന്നില്ല. ബന്ധം ഉലക്കുകയാണ്, ബന്ധം മുറിക്കപ്പെടുകയാണ്. എന്തിന്? സമ്പത്തിന്റെ പേരിൽ. ആർക്കാണ് ഇത് വേണ്ടത്? ഇതുകൊണ്ട് എന്താ മനുഷ്യന് കിട്ടുന്നത്? അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അർശിനെ തൂങ്ങിപ്പിടിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലോകത്തേക്ക് പടച്ചുവിട്ട സമയത്ത് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, റഹീം, കുടുംബ ബന്ധം. അല്ലാഹുമ്മ ഹാദാ മഖാമുൽ ആഇദ് ബിക മിനൽ ഖതീഅ. അല്ലാഹുവേ, കുടുംബ ബന്ധം എന്ന എന്നെ മുറിച്ചു കളയാതെ മനുഷ്യരോട് എന്നെ മുറിച്ചു കളയരുത് എന്ന് പറഞ്ഞു കൊടുക്കണം റബ്ബേ. ഞാൻ എന്റെ കുടുംബ ബന്ധം മുറിക്കപ്പെടാതെ നീ കാവൽ തരണമെന്ന് അല്ലാഹുവിന്റെ അർശിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ അർശിൽ പിടിച്ചുകൊണ്ട് കുടുംബ ബന്ധം അല്ലാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവാണ് പറഞ്ഞത്, കുടുംബ ബന്ധമേ, നിനക്ക് പോരെ നിന്നെ ആരെല്ലാം ചേർത്തുന്നുവോ അവരോട് ഞാൻ ബന്ധം ചേർത്തുമെന്നും, ആരാണോ നിന്നോട് ബന്ധം വിച്ഛേദിച്ചത്, കുടുംബ ബന്ധം ആര് മുറിക്കുന്നുവോ, തെറ്റുന്ന പിണക്കമുള്ള വാക്കുകൾ ആര് പറയുന്നുവോ, ആരാണോ മാതാപിതാക്കളെ, മക്കളെ, കുടുംബത്തെ തമ്മിൽ തല്ലിക്കാനുള്ള പണിയെടുക്കുന്നത്, അത്തരക്കാരോട് അല്ലാഹു മിണ്ടുകയില്ലെന്നും കുടുംബ ബന്ധത്തിന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് എനിക്ക് പൊരുത്തമായി പടച്ചവനെ എന്ന് കുടുംബ ബന്ധം പറഞ്ഞത്. സ്വഹീഹായ ഹദീസല്ലേ അത്? ഖതീഅത്തുർ റഹീം, കുടുംബ ബന്ധം, ചോരബന്ധം. അവരോട് ബന്ധം ചേർക്കുന്തോറും ആയുസ് വർദ്ധിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ, സമ്പാദ്യത്തിൽ, കച്ചവടത്തിൽ, ജോലിയിൽ അല്ലാഹു ബറക്കത്ത് തരും. എത്ര വ്യക്തമായ ഹദീസാണ്! മനുഷ്യൻ എത്ര കാലം ജീവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. അതിലൊരു മാറ്റം വരണമെങ്കിൽ രണ്ട് വിഷയം ചെയ്താൽ അല്ലാഹു മാറ്റുള്ളൂ, അല്ലെങ്കിൽ അല്ലാഹു മാറ്റൂല. ആയുസ് നീട്ടിത്തരണമെങ്കിൽ രണ്ട് കാരണമേ ഉള്ളൂ. ഒന്ന്, മാതാപിതാക്കളെ പൊരുത്തപ്പിടിക്കുക, മാതാപിതാക്കളുടെ സ്നേഹം സമ്പാദിക്കുക, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. രണ്ടാമത്തേത്, കുടുംബ ബന്ധങ്ങൾ ചേർത്തുക. ഇത് ചെയ്താലേ അല്ലാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഉണ്ടായിരിക്കെ നമുക്ക് നിശ്ചയിച്ച ആ കുടുംബ ബന്ധത്തിൽ ഒരൽപ്പം അല്ലാഹു നീട്ടിത്തരണമെങ്കിൽ ഈ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. വേറെ ഒന്നുകൊണ്ടും അല്ലാഹു ആയുസ് നീട്ടിത്തരൂല. എല്ലാവർക്കും ആയുസ് നീളുണ്ട്, അതിനല്ലേ ഇപ്പോ ആശുപത്രിയിലേക്ക് ഓടുന്നത്, അതിനല്ലേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു കൊടുക്കുന്നത്. മക്കൾ ഒപ്പിട്ട് കൊടുക്കുക, എന്തായാലും വാപ്പ ഒന്ന് രക്ഷപ്പെടട്ടെ, 2 ദിവസം കൂടെ വാപ്പ ജീവിക്കട്ടെ, 1 മാസം കൂടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതൊക്കെ കിട്ടണമെങ്കിൽ 2 കാര്യം ചെയ്താൽ മതി. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, കുടുംബ ബന്ധം ചേർത്തുകയും ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണ്ടേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട് തഖ്വീനുൽ അമീൻ വഇജ്മാലുൽ ഖായിനി. തഖ്വീനുൽ അമീൻ
വഖ്തിമാനുൽ ഖായിനി, വഞ്ചിക്കുന്ന മനുഷ്യനെ ആളുകൾ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും വഖ്തിമാനുൽ ഖായിനി വതഖ്വീനുൽ അമീൻ, സത്യസന്ധത പറയുന്ന മനുഷ്യനെ നീ പറയുന്നത് നുണയാണെന്ന് ആളുകൾ പറയുകയും. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിയും, പച്ച നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ നടത്താൻ. അവൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ ആ സാധു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, എന്നാൽ ഇവള് പറഞ്ഞത് വിശ്വസിക്കുള്ള ആൾക്കാർ എന്ന് ഇവൾക്ക് നാവിന് കുറച്ച് ഉഷാറുണ്ട്. നുണ പറഞ്ഞിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കോടതി വരാന്തകളിൽ നടക്കുന്ന പ്രശ്നമാണ്. അഡ്വക്കേറ്റുമാരുടെ ജോലിയെ കുറിച്ചല്ലേ അഷ്റഫുൽ ഖൽഖി പറയുന്നത്. തഖ്വീനുൽ അമീനി, കേസ് ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കുകയും ജഡ്ജിക്ക് മുമ്പിൽ സമർത്ഥമായി പച്ച നുണ അവതരിപ്പിക്കുകയും ചെയ്ത് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഏത് കേസും ജയിപ്പിച്ചു തരാം എന്ന് പറയുന്ന വക്കീലുമാർ. എന്തായർത്ഥം? നിങ്ങളുടെ പക്ഷത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ ജയിപ്പിക്കൽ നമ്മൾ ഏറ്റു. തഖ്വീനുൽ അമീനി വഅ്തിമാനുൽ ഖായിനി, പച്ച നുണ പറയുന്ന മനുഷ്യന്മാരെ കോടതികളും മനുഷ്യരും പത്രക്കാരും വിശ്വസിക്കുകയും തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ, ഇഷ്ടം പോലെ കാശും കൊടുത്താൽ മീഡിയകൾ അത് വിളിച്ചു പറയും. നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെയാണോ? നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. മീഡിയകളിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലമാണ്. മനുഷ്യരത് വിശ്വസിക്കുന്നു. അങ്ങനെയാണ്. ഖുർആനിന്റെ ഹദീസിലുണ്ടോന്നാണ് ചോദിക്കുക. വാട്സപ്പിലുണ്ടല്ലോ, ഒരു ന്യൂസ് ഉണ്ടല്ലോ, വാട്സപ്പിൽ വന്നല്ലോ. എന്ത് വാട്സപ്പ്, എന്ത് ന്യൂസ്? ആരെ ഈ ന്യൂസൊക്കെ വായിച്ചു വിടുന്ന ആൾക്കാര്? അവരെ വിളിച്ച് നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ വയറ് നിറച്ച് ലഞ്ചും ചോറും ഭക്ഷണം കൊടുത്ത് ഒരു ഗിഫ്റ്റും കുറച്ച് പൈസ കീച്ചിട്ട് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് അവര് എന്ത് ചെയ്യുള്ളൂ? ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. പൈസക്കാർക്ക് എന്ത് നടക്കും? കോടതി വരാന്തകളിൽ ബാരിസ്റ്റർമാരായി അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ന്യായവും അന്യായവും നോക്കുന്നതിന് പകരം ഒരു അന്യായത്തെ ന്യായമായി സമർത്ഥിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ തെറ്റുകളെ നുണകളെ സത്യമായി അവതരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നീ അഡ്വക്കേറ്റ്മാരുടെ ജോലിയൊന്നും ഇല്ലല്ലോ, ബാരിസ്റ്റർ ജോലിയൊന്നും ഇല്ലല്ലോ. അന്ന് ഈ മീഡിയകളുണ്ടോ? പത്രസമ്മേളനം വിളിക്കലുണ്ടോ? നുണ പറഞ്ഞിട്ട് നുണ പറയാം, പച്ച നുണ പറയാം, പച്ച നുണ പറയാം, മനുഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്യാം. ഈ ഹദീസിനെ കുറിച്ച് ആധുനിക ഉലമാ പറയുന്ന ഒരു വിചിത്രമായൊരു വ്യാഖ്യാനമുണ്ട്, അത്ഭുതമുള്ളൊരു വ്യാഖ്യാനമുണ്ട്. നുണ പറയുന്നവരെ വിശ്വസിക്കുക, സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കുക. എന്താണെന്നറിയോ? നമ്മുടെ അഭിനയക്കാർ, സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്, അഭിനയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. ചില സിനിമകൾ നമ്മുടെ സമൂഹം അപ്പടിയങ്ങ് വിശ്വസിക്കും. പടച്ചോനെ, ഓള് മരിച്ചോ, ഇനി ഓൾക്ക് എന്താ നാളെ സംഭവിക്കുക? പടച്ചോനെ, ഓളെ പുതിയാപ്പിളോളെ ഒഴിവാക്കോ ഇല്ലേ? സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പുകൾ. പടച്ചറപ്പേ, അമ്മായി മകളെ വെട്ടിക്കൊല്ലോ ഇല്ലേ? സീരിയൽ ഫുൾ സ്റ്റോപ്പ്. ഇത് വിശ്വസിക്കാന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കലാമോ ഖബറിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പറഞ്ഞിട്ട് ഇളകാത്ത ഖൽബിന്റെ ഉള്ളിൽ നിന്ന് സീരിയലുകാരന്റെ അവസാനത്തെ സമാപ്തം കാണുമ്പോൾ കണ്ണെന്ന കണ്ണുനീര് വരുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു സിനിമയുടെ സമാപ്തം കാണുമ്പോ, ഒരു കഥയുടെ കൾമിനേഷൻ എത്തിക്കുമ്പോ, ഏതെങ്കിലും ഒരു നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ സെന്റിമെന്റുകൾ പുറത്തു വരുന്നത് പച്ച നുണ പറയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതും, നല്ല സത്യം പറയുന്ന ആളുകൾ, പണ്ഡിതന്മാർ, അലിമീങ്ങൾ, അല്ലാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഹദീസുകൾ, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹക്കുകൾ, സത്യങ്ങളൊക്കെ മിഥ്യയാണെന്ന് പറയുകയും മിഥ്യവും ഇമാജിനേഷനും മനുഷ്യന്റെ സങ്കല്പങ്ങളും സത്യം പോലെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമകളെ കുറിച്ചായിരിക്കും പറയുന്നത്.
ഇക്തിമാനുൽ ഖായിൻ വതഖ്വീനുൽ അമീൻ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ളുഹൂറു മൗത്തിൽ ഫുജഅതി ഫിന്നാസ്, മനുഷ്യർ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് അറ്റാക്ക് മരണങ്ങളില്ല, പെട്ടെന്നുള്ള മരണം ഇല്ല. ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മരിച്ചു, ആ സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് പെട്ടെന്ന് മരിച്ചു, ഉറക്കത്തിൽ മരിച്ചു, ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. എത്രയാണ് പത്രത്തിൽ വരാത്തത് എത്രയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അവർക്ക് ഖൈറാണ്. മൗത്തുൽ ഫുജഅതി ഖൈറുൽ ലിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യനത് ഖൈറാണ്. പെട്ടെന്നുള്ള മരണം എന്തേ? മരണത്തിന്റെ വെപ്രാളങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, ശാന്തമായിട്ട് അല്ലാഹു കൊണ്ടുപോയി. മുഅ്മിനാണ്, തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്, അല്ലാഹുവിലേക്ക് മടങ്ങിയ ആളാണ്, കാര്യങ്ങളൊക്കെ റാഹത്താണ്. പക്ഷേ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ്. തിന്മ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് മരിച്ചു, തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ല, എന്തൊരു പ്രയാസമാണ്. എന്തായിരിക്കും ആ മരണത്തിൽ? പെട്ടെന്നുള്ള മരണം, മൗത്തുൽ ഫുജ്അ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടിലെ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെ മറക്കൂട്ടി കൊണ്ടുവന്ന് തന്റെ കാറിന്റെ ഉള്ളിൽ വ്യഭിചരിച്ചിട്ട് കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെച്ചു. വലിയ അറബി ഷെയ്ഖിന്റെ വീട്ടിൽ കാർ പോർച്ച് ചുമരൊക്കെ മൂടി നിൽക്കുന്ന ഷട്ടർ താഴ്ത്തുകയും ചെയ്തു. വ്യഭിചരിക്കാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങിൽ വണ്ടി ഓൺ ചെയ്തു, AC ഓൺ ചെയ്തിട്ട് വ്യഭിചരിക്കാൻ. ഷട്ടർ താഴ്ത്തി ആരും കാണില്ലല്ലോ, പാതിര നേരം. സുബ്ഹാനല്ലാഹ്. ഒരു നേരം എടുത്തിട്ട് ഷട്ടറിന്റെ അടിയിൽ നിന്ന് പുക വരുമ്പോഴാണ് മനുഷ്യന്മാർ കാണുന്നത്. തുറന്നു നോക്കുമ്പോൾ കാർ പോർച്ച് മുഴുവൻ പുകയാണ്. കാറിന്റെ ഉള്ളിൽ നഗ്നരായി കിടക്കുന്ന 2 മനുഷ്യന്മാർ, അതിലൊന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ. മൗത്തുൽ ഫുജ്അ. തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അദാബാണ്. അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു അദാബ് നടക്കാൻ പോകുന്നുണ്ടെന്ന്. അവർ വിചാരിച്ചത് ആരും അറിയില്ല. അല്ലാഹു തആല അവരെ പിടികൂടി. കാർബൺ ശ്വസിച്ചിട്ട് ബോധം വരാതെ കിടക്കുക 2 പേരും. അല്ലാഹുവിന്റെ ശിക്ഷയല്ലേ അത്? മൗത്തുൽ ഫുജ്അ. ഒരു മനുഷ്യൻ തിന്മ ചെയ്ത് കഴിഞ്ഞ് അല്ലാഹുവിനോട് പടച്ചവനെ ഒന്ന് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ അവസരം ലഭിക്കാതെ ഒരാൾ മരിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അദാബാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കാർ മാറ്റി കൊടുക്കണേ, മാരുതി 800 മാറ്റി പാർക്ക് ചെയ്യണം. KL 60E 3625, KL 60E 3625 മാരുതി 800 കാർ അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വഴി തടസ്സം ഉണ്ടാക്കരുതേ. മൗത്തുൽ ഫുജ്അ. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ കാണാൻ കഴിയും. ആളുകൾ കൂട്ടമായി പെട്ടെന്നുള്ള മരണങ്ങൾ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കത്തിൽ മരിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോയതാ, അവിടെ എത്തിയപ്പോൾ മരിച്ചു. എത്രയാണ് കേൾക്കുന്നത്? ആക്സിഡന്റ് മരണം മൗത്തുൽ ഫുജ്അയാണ്, പെട്ടെന്നുള്ള മരണമാണ്. വണ്ടിടിച്ചു മരിച്ചു, പെട്ടെന്നുള്ള മരണം. രോഗിയായി കിടന്ന് ഒരാശ്വാസത്തിൽ കിടന്ന് രോഗിയായി കിടക്കുമ്പോൾ പടച്ചവനോട് മനസ്സ് തുറക്കും, അല്ലാഹുവേ ഞാൻ രോഗിയായി കിടക്കണം റബ്ബേ, നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ, എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്. ഇത് ചോദിക്കാൻ അല്ലാഹുവിനോട് അവസരം പടച്ചതമ്പുരാൻ കൊടുക്കുന്ന നേരമാ രോഗിയായി കിടക്കുന്ന ആൾ. അതുപോലും സംഭവിക്കാതെ ഒരു ആക്സിഡന്റിൽ, ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, ട്രെയിനിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത്, വാഹനം കൊക്കയിലേക്ക് മറിയുന്നത്, ഹാർട്ട് അറ്റാക്കുകൾ, ഇതൊക്കെ മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഇത് ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. സമയത്തിൽ ബർക്കത്തില്ലാതിരിക്കുന്നത്, സമയം പെട്ടെന്ന് കടന്നു പോകുന്നതും അതിൽ ബർക്കത്തില്ലാതെ പോകുന്നതും. പെട്ടെന്ന് കഴിഞ്ഞു, പടച്ചോനെ ഇന്ന് നേരം കൊടുത്തു, ഇതാ നാളെ മറ്റന്നാ വെള്ളിയാഴ്ച. യാ അല്ലാഹ്, എത്ര പെട്ടെന്നാണ് സമയം നടക്കുക. ഇന്നലല്ലേ ഇപ്പൊ ജുമുഅ നിസ്കരിച്ചത്, ഇതാ നാളെ ആയിപ്പോയി. സമയം അടുത്തടുത്ത് വരുന്നത്. ഇതിന് ഉലമാ കൊടുക്കുന്ന വ്യാഖ്യാനം,
മനുഷ്യന് വളരെ ദൈർഘ്യമുള്ള പ്രദേശങ്ങൾ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള സമയം കുറച്ചു മാത്രം എടുത്ത് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി തരുന്നത് തഖാറുബുസ് സമാനി, കാലം അടുത്തു വരുന്ന ലക്ഷണത്തിന്റെ ഭാഗമാണ്. പെട്ടെന്നുള്ള ഹൈ സ്പീഡ് വാഹനങ്ങൾ, വിമാനങ്ങൾ, സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ, സ്പേസ് വാഹനങ്ങൾ, എല്ലാം ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങളൊക്കെ അങ്ങനെയല്ലേ. തഖാറുബുസ് സമാൻ, മനുഷ്യനെ ഒരുപാട് സമയമെടുത്തിരുന്ന യാത്രകൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംവിധാനം അല്ലാഹു ഉണ്ടാക്കി തരുന്നത്. സമയത്തെ അടുത്തു കൊണ്ടുവരികയാണ്. തഖാറുബുൽ അസ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂഖുകൾ അടുത്തു വരിക. എവിടെ ചെന്നാലും ഷോപ്പിംഗ് മാളുകൾ, എവിടെ ചെന്നാലും ഷോപ്പുകൾ, എവിടെ ചെന്നാലും മാർക്കറ്റുകൾ. തഖാറുബ്, അത് അടുത്തേക്ക് വരിക. ആധുനിക രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഇന്റർനെറ്റ് ഷോപ്പുകൾ, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്ത് വരിക. 3 ലക്ഷത്തോളം പ്രോഡക്റ്റുകളുള്ള ഇന്റർനെറ്റ് ഷോപ്പുകളുണ്ട്. നെറ്റിൽ നമുക്ക് souk.com ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയാം. ആമസോൺ, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഓൺലൈൻ ഷോപ്പുകൾ, എത്രയോ ഷോപ്പുകൾ ഓൺലൈൻ. നമ്മുടെ നാട്ടിൽ പച്ചക്കറി സാധനം അവരൊക്കെ എന്തോ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് വിറ്റു. ആളുകൾ ഡിമാൻഡ് കൊണ്ട് ആൾക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. ഓൺലൈൻ ഷോപ്പുകളാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുന്ന കാലം. www.soandso.com നിങ്ങളുടെ ഷോപ്പായി. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഷോപ്പുകൾ ഇന്റർനെറ്റിൽ കിടക്കുകയാണ്. നെറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലുണ്ട്, നിങ്ങളുടെ ഡെസ്ക്ടോപ്പുകളിലുണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പുകളിലുണ്ട്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരിക. തഖാറബ, നിങ്ങൾ അങ്ങോട്ടും അവ ഇങ്ങോട്ടും അടുക്കുക. അപ്പോഴാണ് തഖാറുബ് എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും. തഖാതല എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും യുദ്ധം ചെയ്യുക എന്നാണ്. ഇത് നിങ്ങൾ അങ്ങോട്ടെടുത്തു, അവർ നിങ്ങളിലേക്ക് അടുത്തു വന്നു. അതാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വന്നു. ഇന്റർനെറ്റ് ഷോപ്പുകളെ സംബന്ധിച്ചായിരിക്കണം ഈ പ്രയോഗം. വേറെയും അർത്ഥങ്ങളാവാം. അങ്ങാടികൾ അടുത്ത് വരുന്നത്, ഓരോ കവലകളിലും ഷോപ്പിംഗ് മാളുകൾ വരുന്നത്, ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നത്, ഷോപ്പുകൾ വരുന്നത് അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് അതൊക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖാറുബുൽ അസ്വാഖ്, തഖാറുബുൽ അസ്മാൻ, വിദൂര പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി തരുന്നതും, നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങാടികൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും, ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈൻ പർച്ചേസുകൾ, ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നത്, വീട്ടുമുറ്റത്തേക്ക് സാധനം ഡെലിവറി ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്തു വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞങ്ങൾ പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ്, നമ്മെ കുറിച്ചാണ്. തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ ലഖലതു ഇലാ ഖസ്വഅതിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, വിശന്ന അവശരായ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം ഒരു തളികയിൽ വെച്ചു കൊടുത്താൽ ആ തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും വിശന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഭക്ഷണം മുസ്ലിം ഉമ്മത്താണ്, മുസ്ലിമീങ്ങളാണ് അവരുടെ ഭക്ഷണം. എല്ലാവർക്കും മുസ്ലിമിനെ വേണം, എല്ലാവർക്കും മുസ്ലിമിനെ പിടിക്കണം. ഇസ്ലാമിനോടൊരു വൈരാഗ്യം, ഇസ്ലാമിനോടൊരു ദേഷ്യം, മുസ്ലിമിനോടൊരു വേറെ കണ്ണുകൊണ്ടുള്ള നോട്ടം, ഇങ്ങനെ ലോക സമുദായങ്ങൾ നിങ്ങൾ നോക്കുന്ന കാലം വരും. അഷ്റഫുൽ ഖൽഖ് നിങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിതിൽ വിചിത്രപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മതമേതാ? ഇസ്ലാം. ആരെങ്കിലും ക്രിസ്ത്യാനികളെ കുറിച്ച് പറയലുണ്ടോ? ഇപ്പൊ ടെററിസം ആകട്ടെ, ബോംബിംഗ് ആകട്ടെ, ഹറാസ്മെന്റുകളാകട്ടെ,
സീസ് ചെയ്യപ്പെടുന്നതാകട്ടെ, സൂയിസൈഡ് ബോംബുകളാകട്ടെ, ലോകത്തിന്റെ ഗതി മാറ്റുന്ന പോളിറ്റിക്സ് ആവട്ടെ, മുസ്ലിം ഇസ്ലാം, മുസ്ലിം ഖുർആൻ, ഇതല്ലാതെ ആരെങ്കിലും ബൈബിൾ ചുറ്റരിക്കുന്നു പറയുന്നുണ്ടോ? ഭഗവത്ഗീതയോ രാമായണത്തെ സംബന്ധിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? ഏതെങ്കിലും മറ്റു മതവിശ്വാസത്തെ കുറിച്ച് ലോകത്ത് ചർച്ചയുണ്ടോ? ഇന്ന് ഹോട്ട് സീറ്റിൽ കിടക്കുന്നത് മുസ്ലിമാണ്. മുസ്ലിം കിടക്കുന്നത് ഹോട്ട് സീറ്റിലാണ്. ഇന്ന് ആർക്കും ചർച്ച അതാണ്, മീഡിയകൾക്ക് ചർച്ച അതാണ്. പത്രക്കാരുടെയും മീഡിയക്കാരുടെയും ഫോക്കസ് മുസ്ലിം ഉമ്മത്ത്. അവരെ എന്തെങ്കിലും കിട്ടുമോ, അവരെ ഒന്ന് നോവിക്കാൻ പറ്റുമോ, അവരെ ഒന്ന് ചൊടിപ്പിക്കാൻ പറ്റുമോ, ഇത് നോക്കി നടക്കുന്ന കാലം. സർവ സമൂഹങ്ങളും നിങ്ങളെ ആഞ്ഞടിക്കുന്ന കാലം വരാനുണ്ട്. സഹാബത്ത് ചോദിച്ചു അത്ഭുതത്തോടെ, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളെന്ന് ന്യൂനപക്ഷമായിരിക്കുമോ? ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ നബിയെ അങ്ങനെ സംഭവിക്കുന്നത്? തങ്ങൾ പറഞ്ഞില്ല, ന്യൂനപക്ഷമായത് കൊണ്ടല്ല. വലാകിന്നകും, നിങ്ങൾ ധാരാളമുണ്ട്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഒലിവ് വെള്ളത്തിലെ വെള്ളം അഴുക്കുചാലിലൂടെ ഒലിച്ചു പോകുന്ന പോലെ, അഴുക്കുകൾ ഒലിച്ചു പോകുന്ന പോലെ നിങ്ങളിങ്ങനെ ഒലിച്ചു പോകുന്ന ചെണ്ടുകളും ചവറുകളുമാണ്. നിങ്ങൾ അങ്ങനത്തിലൊക്കെ ധാരാളമാണ്. മുസ്ലിമീങ്ങളുടെ കാനീഷുമാര് കണക്ക് പുറത്തുവിടുമ്പോൾ പോലും മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ കണക്കുകളല്ല പോലും പുറത്തുവിടുന്നത്. എണ്ണത്തിൽ നിങ്ങൾ കൂടുതലുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല. എന്തേ? ലോകം എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ ഒഴുക്കിൽ നിങ്ങളും പോവാണ്. ഈ ഒഴുക്ക് എന്നെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന് നോക്കാറില്ല. ഈ ഒഴുക്കിൽ മുസ്ലിമിന് കൂടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാറില്ല. എങ്ങോട്ടാണ് ലോകം ഒഴുകുന്നത്? ഞങ്ങളും അങ്ങോട്ട്. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള പേടി അല്ലാഹു എടുത്തു കളയും. മഹാന്മാരായ ഔലിയാക്കന്മാർ, നമ്മുടെ പരിസര പ്രദേശങ്ങൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എങ്ങനെയാണ് ഇവരെ ബഹുമാനിച്ചതെന്ന് ഓർത്തു നോക്കി. തങ്ങൾ പാപ്പ വരുന്നുണ്ട്, ഇവിടെ തന്നെ അവിടെ കുത്തഴിച്ചിട്ടു, എന്നെ മിണ്ടാട്ടല്ല. സയ്യിദ് വരുന്നുണ്ട്, ഒരു മഹാപണ്ഡിതൻ വരുന്നുണ്ട്. ഇങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെ കുറിച്ചുള്ള ബഹുമാനം ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു കൊടുത്തിരുന്നു. അത് അല്ലാഹു എടുത്തു കളയും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വഹൻ എന്ന് പറയുന്ന സുഖം അല്ലാഹു ഇട്ടുതരും. വഹൻ. ഖാലൂ മൽ വഹൻ യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ? ഖാല ഹുബ്ബുദ് ദുനിയാ, ധാരാളം പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ വരികയും, ധാരാളം പൈസ ഉണ്ടാക്കണം, ധാരാളം പൈസ വേണം, ഇതല്ലാതെ മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. പൈസ ഉണ്ടാക്കണം, ഇതല്ലാത്തവർ എന്ത് ചിന്ത, എന്ത് ചർച്ചയാണ് നടക്കുന്നത്? പൈസ ഉണ്ടാക്കണം, പൈസ വേണം, കാശുണ്ടാക്കണം എന്നല്ലാതെ മറ്റൊരു ചർച്ചയും നിങ്ങളുടെ ചർച്ചകളിലില്ല, മറ്റൊരു ചിന്തയുമില്ല. മരിക്കാനുള്ള പേടിയും മരിക്കാനുള്ള വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുതരും. പൈസയോടുള്ള സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ്, ഇത് രണ്ടും ഇട്ടു തന്നാൽ നിങ്ങൾ പിന്നെ ചണ്ടികളാണ്. പിന്നെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പേടിച്ചു നിൽക്കുക. എന്ത് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമുക്ക് ആ നഷ്ടം, അതുകൊണ്ട് നഷ്ടം വരുത്തേണ്ട, സഹിച്ചോളാം, ഞങ്ങൾ റെഡി. എന്തിനും നിന്നോടും. എന്തെന്നറിയോ? ഒരു അപകടം സംഭവിച്ചാൽ എന്റെ സമ്പത്ത് നഷ്ടപ്പെടും, എന്റെ കച്ചവടം പൊളിയും, എന്റെ ബിസിനസ്, എന്റെ വീട്, എന്റെ സമ്പാദ്യം, എന്റെ വരുമാനം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് പരലോകത്തിന്റെ ചിന്തയിൽ നിന്ന് മാറി കാശുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ചിന്തയിൽ ജീവിക്കുന്ന കാലം വരും. അത് മാത്രമല്ല, മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ, നിങ്ങൾ ആരുടെയെങ്കിലും കോലം കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലെയാണ്.
ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ليأتين على أمتي ما أتى على بني إسرائيل. ബനു ഇസ്രായേലിന് സംഭവിച്ചത് എന്റെ സമൂഹത്തിനും സംഭവിക്കാൻ പോകുന്നു. ഹദ്വൻ നഅലി ബിൻ നഅലി, ചെരുപ്പ് ചെരുപ്പിനോളം യോജിക്കുന്ന പോലെ. വലതും ഇടതും ചെരുപ്പ് ഒരേപോലെ ആവണ്ടേ? അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിന് സംഭവിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിനും സംഭവിക്കാൻ പോകുന്നുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ശിബ്റൻ ദിറാഅൻ ദിറാഅൻ, മുഴത്തിന് മുഴമായി ചാണിന് ചാണായി ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടാക്കുന്ന ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. حتى إن كان منهم من أتى أمه علانية لكان في أمتي من يصنع ذلك. ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്ന് പറഞ്ഞാൽ ആരാ? പാശ്ചാത്യന്മാർ. അമേരിക്കക്കാരനും യൂറോപ്പുകാരനും പടിഞ്ഞാറുകാരൻ പരസ്യമായി തന്നെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെസ്റ്റ് എന്ന് പറയാം. കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ പരസ്പരം സെക്ഷൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇൻസെസ്റ്റ്. അത് ചെയ്യുന്ന സ്വഭാവം പടിഞ്ഞാറുകാരിലുണ്ടെങ്കിൽ ആങ്ങളെ പെങ്ങളുടെ കൂടെ കിടക്കുന്നത്, ഉമ്മയുടെ കൂടെ മക്കൾ കിടക്കുന്നത്, വ്യഭിചരിക്കുന്നത് പാശ്ചാത്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സമൂഹത്തിലും അത് ചെയ്യുന്നവരുണ്ടാകും. എങ്ങനെ? കള്ളു കുടിച്ചിട്ട് ഉമ്മ ഏതാണെന്നോ പെങ്ങൾ ഏതാണെന്നോ സ്വന്തം മോൾ ഏതാണെന്നോ തിരിയാത്ത വാപ്പമാരില്ലേ? പാശ്ചാത്യന്മാർ ചെയ്തു കൂട്ടുന്നത്, വ്യവസ്ഥാപിതമായി അവർ ചെയ്യുന്നത്, അതിന് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത്, അതിന്റെ മാഗസിനുകൾ ഉണ്ടാക്കുന്നത് എന്തിന്? കുടുംബ ബന്ധങ്ങളിൽ രക്തബന്ധമുള്ള ആളുകളെ തമ്മിൽ വ്യഭിചരിപ്പിക്കാൻ. അതവർ ചെയ്താൽ ലകാന മിൻ ഉമ്മതി മൻ യസ്നഉ ദാലിക, അതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്റെ സമൂഹത്തിലും വരാനുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചില്ലേ? പത്രങ്ങൾ കാണുന്നില്ലേ? ന്യൂസുകൾ കേൾക്കുന്നില്ലേ? പത്രക്കാർക്ക് കിട്ടാത്ത നാടിന്റെ ഉള്ളിൽ അടക്കം പിടിച്ചു കേൾക്കുന്ന വർത്തമാനങ്ങളില്ലേ? പുറം നാട്ടുകാർ അറിയാത്തത് ഓരോ മഹലിന്റെയും സ്വകാര്യം, ഓരോ കുടുംബത്തിന്റെയും നാറിയ സ്വകാര്യങ്ങൾ നമുക്കില്ലേ? നിങ്ങൾ പിൻപറ്റും സനനമൻ കാന ഖബ്ലകും, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ. ഹത്താ ലൗ ദഖലു ജുഹറ ദുബ്ബിൻ തബിഅതുമൂഹും, ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ ഒരു യൂറോപ്പുകാരൻ കടന്നാൽ, ബ്രിട്ടീഷുകാരൻ കടന്നാൽ, അമേരിക്കക്കാരൻ കടന്നാൽ നിങ്ങളും അത് ചെയ്യും. അവരെന്ത് സ്പോർട്സ് ആണോ അത് നിങ്ങൾ ചെയ്യും. അവർക്ക് എന്തെല്ലാം എന്റർടൈൻമെന്റുകൾ ഉണ്ടോ അതൊക്കെ ഇവിടെ, അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും. അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരമാണോ അത്? ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. നമ്മളെമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്, നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ഒരു കുട്ടി ജനിച്ചെന്ന് സന്തോഷിച്ചു, കുഴപ്പമുണ്ടായിട്ടില്ല. അനിസ്ലാമികമായ ആചാരങ്ങൾ അവിടെ പാടുണ്ടോ? ഇല്ല. അനിസ്ലാമികമായത് അവിടെ ചെയ്യാൻ പാടുള്ളതാണോ? ഇല്ലാത്തതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എമ്പാടും ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ മിഠായി കമ്പനികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ ബേക്കറികൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളെ പിൻപറ്റിയല്ലേ? അതില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ കച്ചവടം നടക്കും? അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ? എന്തൊക്കെ അവർ ചെയ്യോ നിങ്ങളും ചെയ്യും. ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നോക്കിയാൽ പാശ്ചാത്യന്മാർ എന്ത് കൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനിരിക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടെ താക്കീത് നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു മഹാത്ഭുതം പറഞ്ഞിട്ടുള്ളത് കാറുകളെ സംബന്ധിച്ചാണ്. ഇന്നത്തെ വാഹനങ്ങളെ സംബന്ധിച്ച്, കാറുകളെ കുറിച്ച് ഉലമാ പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള ഹദീസാണ്. കാറുകളും വാഹനങ്ങളും അതിൽ ഹറാമായിട്ടല്ല, കാറ് ഹറാമെന്നല്ലേ പറഞ്ഞത്?
അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വഹീഹായ ഹദീസ്. سيكون في آخر أمتي عن عبد الله بن عمرو رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم അവിടെന്ന് പറയുമായിരുന്നു സയകൂനു ഫീ ആഖിരി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വരാനുണ്ട് റിജാലുൻ, ചില ആളുകൾ യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ കട്ടിലുകൾ പോലെ കസേരകൾ വെച്ചത്, ഒട്ടകത്തിന്റെ കസേര പോലെ, ഒട്ടക കട്ടില് പോലെ, അലാ സുറൂജിൻ, പരവതാനികൾക്ക് മേൽ ഒട്ടകത്തിന്റെ കസേര വെച്ച പോലെ കസേരകൾ വെച്ചതിൽ കയറുന്നവർ യർകബൂന, അന്ന് കാറിനെ പറ്റി എന്താ പറയാ, അവർ വാഹനം കയറും അലാ സുറൂജിൻ, ചില കാർപ്പറ്റുകളുടെ മേൽ, കഅശ്ബാഹിർ റിഹാലി, ആ കാർപ്പറ്റ് എങ്ങനെയാ, ലെതറുകൾ, കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ സുറൂജ്, വിരിപ്പുകളാണ്, ഇങ്ങനത്തെ വിരിപ്പുകളാണ്. കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ പുറത്ത് ഇരിക്കാൻ വെക്കുന്ന സീറ്റ് പോലെയുള്ള മിനുത്ത സീറ്റുകളുള്ള തുണി കൊണ്ടോ ലെതർ കൊണ്ടോ ഉണ്ടാക്കുന്ന സീറ്റുകളിൽ കയറിയിരിക്കുന്നവർ യർകബൂന, അവർ കയറിയിരിക്കും. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദി, പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവർ ഇറങ്ങും. നമ്മളൊക്കെ അങ്ങനല്ല ഇറങ്ങുന്നത്, പള്ളിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു, വാഹനത്തിൽ ഒന്ന് കയറി ഇറങ്ങുന്നു. അവർ പള്ളി പോകുന്നുണ്ട് എങ്ങനെ, വാഹനത്തിൽ, കാറിൽ. നിസാഉഹും കാസിയാതുൻ ആരിയാതുൻ അലാ റൂസിഹിന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്, അവർ പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട്. അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാസിയാതുൻ ആരിയാതുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവർ, തലയിൽ പൂഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ, മുടിയുടെ സ്റ്റൈല് മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ. ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു സമൂഹം വരും. വാപ്പാക്ക് ഭയങ്കര ദീന, വാപ്പ പള്ളിയുടെ പ്രസിഡന്റാ, മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ, അവർക്ക് നിസ്കാരമില്ല, ഹിജാബുമില്ല, ഒന്നുമില്ല. പറഞ്ഞതിനർത്ഥം ഇതാണ്. പറയാ കാറുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാകണം ഇത്, നമുക്കറിയില്ല. തങ്ങൾ പറഞ്ഞു ഒട്ടകക്കട്ടിൽ പോലെ മിനുമിനുത്ത പരവതാനി കൊണ്ടുണ്ടാക്കിയതിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നവർ യൻസിലൂന, അവര് വന്നിറങ്ങും എന്ന് പറഞ്ഞ വാഹനമാണ്, അതുകൊണ്ട് യൻസിലൂന അലാ അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ വാതിലിൽ വന്നവർ ഇറങ്ങും. ഇമാം തുബ്റാനി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി. വാപ്പ പോകുന്ന പള്ളിയിലേക്കാണ്, മക്കള് പോകുന്ന പള്ളിയിലേക്കാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ ഉമ്മമാർ, അവിടുത്തെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവർ, അല്ലാഹുവിനെ ഭയപ്പെടാത്തവർ, ശരീരം മറക്കാത്തവർ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവർ, അങ്ങനെ വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല, ഹെയർ സ്റ്റൈലുകളൊക്കെ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലയുടെ മുകളിലേക്ക് മുടിക്കെട്ടുകൾ വലിച്ചു കെട്ടുകയും അങ്ങനെ നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ അവരുടെ തലയിലെ മുടിക്കെട്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ ഇൽഅനൂഹുന്ന, നിങ്ങളവരെ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്, അവർ ശപിക്കപ്പെട്ടവരാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി. ലൗ കാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം, നിങ്ങൾക്ക് പിറകെ വേറെയും സമുദായങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ ലഖദംന നിസാഉകും നിസാഅഹും, അറബി പെണ്ണുങ്ങൾ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേല ചെയ്യാൻ പോകുന്ന കാലം വരും. ഗൾഫ് നാട്ടിലെ പെട്രോളൊക്കെ തീർന്നിട്ടേ ഇന്ത്യയിൽ വല്ല പെട്രോളോ വല്ല കെമിക്കലോ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വരുമെന്നാവോ അല്ലാഹു അലം. തങ്ങൾ പറയാം, അറബി പെണ്ണുങ്ങൾ അനർബികളായ ആളുകൾക്ക് വേലക്ക് വരുന്ന കാലം വരും. അവരുടെ വിസ്കാരമാർ, അവരുടെ ഖാദിമത്തുകൾ അറബി പെണ്ണുങ്ങളാകാൻ പോകുന്നുണ്ട്. ഏതുപോലെ അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലെ. അറബി പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെ ആരാ? അറബികളുടെ വീട്ടിൽ ഫിലിപ്പീനികള്, ഇന്തോനേഷ്യക്കാർ, മലേഷ്യക്കാർ, എത്യോപ്യക്കാർ, ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായവർ, അനർബികളായ
സേവനം ചെയ്യുന്ന പോലെ ഇനിയും കാലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, കാലം മുന്നോട്ട് പോകുമ്പോൾ അറബികളായ പെണ്ണുങ്ങൾ അനറബികൾക്ക് വേലക്ക് വരുന്ന കാലം വരും. റസൂലുള്ളാഹി ഞങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി അങ്ങോട്ടാ പോകാൻ പോണത് എന്ന് പോയി പെട്രോൾ ഡീസൽ ഉണ്ടാവുമോ? അല്ലാഹു എല്ലാ കാലത്തും എല്ലാ സമുദായത്തിനും എന്നും ഐശ്വര്യം കൊടുക്കൂല. കുറച്ചു കാലം പിന്നെ വേറൊന്നും കൊടുക്കും, അവരെടുത്തിട്ട് മാറ്റിക്കൊടുക്കും. ഇങ്ങനെ അല്ലാഹു മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على المتشبهات من النساء بالرجال. പുരുഷന്മാർ പെണ്ണുങ്ങളുടെ കോലം കെട്ടി നടക്കുന്നത്, പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ കോലത്തിൽ നടക്കുന്നത് അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ ഉടുക്കുന്ന വസ്ത്രം, പുരുഷന്മാരുടെ വേഷം പെണ്ണുങ്ങൾ ധരിക്കുകയും പെണ്ണുങ്ങളുടെ പുരുഷന്മാർ ധരിക്കുകയും ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു പെണ്ണും പുരുഷവേഷം കെട്ടുന്നത്, ഏതൊരു പുരുഷനും സ്ത്രീവേഷം കെട്ടുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കലാപരിപാടികൾക്കാകാം, ഗാനമേളകൾക്കാകാം, മോണോ ആക്ടുകൾക്കാകാം, നാടകങ്ങളിലേക്കാകാം. പുരുഷന്മാർ പെണ്ണിന്റെ കോലം, ആൺകുട്ടികൾ പെൺകുട്ടികളായും പെൺകുട്ടികൾ ആൺകുട്ടികളായും സ്ക്രീനിലും സ്റ്റേജിലും പ്രത്യക്ഷപ്പെടുന്നത് എത്ര ഗൗരവത്തിലാണ് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന് മുമ്പ് നടക്കാൻ പോകുന്ന ഒരു വിഷയം, തസദ്ദുറുസ് സുഫഹാഇ, വിവരമില്ലാത്ത മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ അഭിപ്രായം പറയുക. ചാനലുകാരന്റെ മുമ്പിൽ പോയിട്ട് മൈക്ക് പറയുന്നത് ആരാ? മുസ്ലിമിന്റെ അഭിപ്രായം പറയുന്നത് വിവരമില്ലാത്ത മനുഷ്യന്മാർ. ഹദീസ് നോക്കൂ, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന് മുമ്പിലുണ്ട് സിനൂന ഖദ്ദാഅ, മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന ചില കാലഘട്ടങ്ങൾ, ചില വർഷങ്ങൾ കടക്കാൻ പോകുന്നുണ്ട്. يتهم فيها الأمين ويؤتمن فيها المتهم وينطق فيها الرويبضة. നുണ പറയുന്നവരെ വിശ്വസിക്കപ്പെടുകയും സത്യസന്ധത പറയുന്നവരെ അവിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. റുവൈബിളകളായിരിക്കും അന്ന് സംസാരിക്കുക. അവര് ചോദിച്ചു, ആരാണ് നബിയെ റുവൈബിള? ഖാല അസ്സഫീഹു യൻതിഖു ഫീ അംരി ആമ്മ, മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ, മുസ്ലിമീങ്ങളുടെ പൊതുകാര്യത്തിൽ വിവരമില്ലാത്ത മനുഷ്യന്മാർ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ വിഷയം, പർദ്ദ ധരിക്കണമോ വേണ്ടയോ എന്ന് പറയുന്നത്, മുഖം മറക്കണോ വേണ്ടേ എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളുടെ സംസ്കാരം പറയുന്നത്, പെൺകുട്ടികളുടെ വിവാഹപ്രായം പറയുന്നത്, മുസ്ലിം പേരുള്ള ചില വിഡ്ഢികൾ പറയുന്ന കാലം. സഫീഹ് പറയാ, വിവരക്കേടുകൾ പറയുക. ഫീ അംറിൽ ആമ്മ, സ്വന്തം അഭിപ്രായം പറയേണ്ട സ്ഥാനത്ത് മുസ്ലിമീങ്ങളുടെ പൊതുവായ സംസ്കാരത്തെ കുറിച്ച്, മുസ്ലിമീങ്ങളുടെ പൊതുവായ ആചാരങ്ങളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവൻ പൊതുവേദികളിൽ സംസാരിക്കുന്ന കാലം. എന്താണ് പറഞ്ഞ വാക്കിനർത്ഥം? ചാനലുകാരന്റെ മൈക്കിന്റെ മുമ്പിലേക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര്? പണ്ഡിതന്മാരല്ല, ആലിമീങ്ങളല്ല, മുസ്ലിമീങ്ങളുടെ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ആളുകളല്ല. റുവൈബിള, ആരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ, ഇസ്ലാമിന്റെ വിഷയത്തിൽ അതോറിറ്റി ഇല്ലാത്ത ആളുകൾ, ഇസ്ലാമിന്റെ കാര്യം പറയാൻ അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ തുടങ്ങുന്നത് അന്ത്യനാളിന് മുമ്പ് വരുന്നുവെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കും. അവിടുന്ന് പറഞ്ഞു, അറിയുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുന്ന കാലം വരും. അറിയുന്നവര് മാത്രം, പരിചയക്കാരോട് മാത്രം അസ്സലാമു അലൈക്കും, അല്ലാത്തവരോട് മിണ്ടൂല. മുസ്ലിമാണെന്നറിയാം, അവന്റെ ചേലും കോലം കണ്ട മുസ്ലിമാണെന്നറിയാം, ഇറങ്ങി വരുന്ന പള്ളിയാണ്, പക്ഷെ മിണ്ടൂല. തന്റെ
കൂടെയോ കൂട്ടത്തിലോ ഉള്ള ആളല്ല എന്ന് തിരിയുമ്പോൾ, തന്റെ പാർട്ടിയിലുള്ള ആളല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, തനിക്ക് മിണ്ടിക്കൂടാ എന്ന ഒരു ശാഠ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ, മുസ്ലിമായ ഒരു മനുഷ്യനോട് സലാം പറയേണ്ടിടത്ത് സലാം പറയാതെ സ്വന്തം ആൾക്കാർക്ക് വേണ്ടി മാത്രം സലാം പറയാം, അല്ലാത്തൊരു പറയാൻ മടക്കൂല. അങ്ങനത്തെ കാലം സംഭവിക്കാൻ പാടില്ല മുസ്ലിമേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ പരസ്പരം സലാം പറയേണ്ടവരാണ്. അവിടുന്ന് പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അശറാത്തിസ് സാഅ അൻ യുസല്ലിമ അർ-റജുലു അല അർ-റജുലി ലാ യുസല്ലിമു ഇല്ലാ ലിൽ മഅരിഫ. അവൻ അറിയാം, അയാൾ പരിചയമുണ്ട്, അതുകൊണ്ട് മാത്രം. പരിചയമില്ലാത്തവരോട് സലാം പറയില്ല, മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ പോലും. അങ്ങനെ ഒരു സംഭവം ഇന്ന മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട്. പിന്നെ ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുന്നത്, പൈസ കിട്ടിയാൽ മതി, ഹലാലായ ബിസിനസ് ആണോ ഹറാമായ ബിസിനസ് ആണോ എന്ന് നോക്കാത്തത്. മുസ്ലിമീങ്ങൾക്ക് ഒരു കാലം വരാൻ പോകുന്നുണ്ട്. എവിടെന്നാണ് പൈസ കിട്ടിയത് എന്ന് നോക്കൂല. അമ്മിനൽ ഹറാമി അമ്മിനൽ ഹലാലി അമ്മിനൽ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ പൈസ കിട്ടിയത് എന്ന് നോക്കാത്ത കാലം. ഉലമാ പറയുമായിരുന്നു, നമ്മുടെ മുൻഗാമികളിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന നേരത്ത് വാതിൽ തുറന്നു കൊടുത്ത് ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ ഭാര്യ പറയുമായിരുന്നു, യാ അഖി യാ സൗജി, എന്റെ സഹോദര, എന്റെ ഭർത്താവേ, നിങ്ങൾ ജോലിക്ക് പോയി ഹറാമായത് എനിക്കോ എന്റെ മക്കൾക്കോ കൊണ്ടുവരരുത് കേട്ടോ. ഇന്നാ നസ്ബിറു അലൽ ജൂഇ വലാ നസ്ബിറു അലൻ നാർ. പട്ടിണി കടന്ന് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും, ദാഹിച്ച് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും, പക്ഷെ ഹറാമായ സമ്പാദ്യം കൊണ്ടുവന്ന് നരകം നാളെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ ഭർത്താവേ, ഹലാല് മാത്രമേ നിങ്ങൾ ഞങ്ങളെ ഭക്ഷിപ്പിക്കാവൂ എന്ന് അന്നത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു. ഇന്നെങ്ങനെ പറയാ? എനിക്ക് 4 പവന്റെ വള വേണേ, എവിടെ നിന്ന് കിട്ടിയാലും വേണ്ടിയില്ല, പൈസ ഉണ്ടാക്കിക്കോ. അമിനൽ ഹലാലി അമിനൽ ഹറാമി, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ കിട്ടുന്നത് എന്ന് നോക്കാതെ പൈസ ഉണ്ടാക്കാൻ മനുഷ്യൻ കച്ച കെട്ടി ഇറങ്ങുന്ന കാലം. മനുഷ്യന്മാർക്കൊരു കാലം വരാനുണ്ട്. ഒരാൾ പ്രശ്നമാക്കാറേ ഇല്ല എവിടെന്നാണ് സമ്പാദിച്ചതെന്ന്. അമിനൽ ഹറാമി അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിച്ചത് എന്ന് നോക്കാതെ പൈസ ഉണ്ടാക്കാൻ മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരും. അതിന്റെ അടയാളമാണ് പലിശ ഇടപാടുകൾ ഹലാലാണെന്ന് ആളുകൾ വിചാരിക്കുന്നത്, ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് വിചാരിക്കുന്നത്, പലിശ ബാങ്കിൽ കൊണ്ടുപോയി സ്വർണം പണയം വെച്ച് ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് ധരിക്കുന്നതോ, ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതോ. അങ്ങനെ പറയാൻ എല്ലാവരും ചെയ്യുന്നില്ലേ? എല്ലാവരും ചെയ്യുന്നില്ലേ? എല്ലാവരും ചെയ്യുന്ന ഹലാലാകുമോ? പലിശ ബാങ്കുകളിൽ നിന്ന് പലിശ കൊടുക്കുന്ന ബാങ്കുകൾ, ഞാൻ പറഞ്ഞു നോൺ ഇസ്ലാമിക് ബാങ്കുകൾ, ഇസ്ലാമിക് ബാങ്കുകളല്ലാത്ത മറ്റ് ബാങ്കുകളിൽ നിന്ന് ഒരു മനുഷ്യനൊരു ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അത്രക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാവുന്ന ഒരു കാരണമില്ലാതെ ഒരാൾക്ക് ഇത് എടുത്തുകൂടാ. ഹറാം അള്ളാഹു ഹലാലാക്കുന്നപ്പോഴാണ് മനുഷ്യൻ കുടുങ്ങിപ്പോയി. നിവൃത്തിയില്ല. അത് നിങ്ങൾക്കും പഠിച്ചോനെ അറിയുള്ളൂ, എനിക്ക് ആ കാരണം പറഞ്ഞുതരാൻ പറ്റില്ല. എപ്പോഴായി കുടുങ്ങല്? ഒരു നിവൃത്തിയുമില്ലെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു പോംവഴിയുമില്ലാതെ കുടുങ്ങി കഴിയുന്ന നേരത്ത് ഹറാം അല്ലാഹു ഹലാലാക്കി തരും. ഇതല്ല ചിന്തിക്കുന്നത്. പുര കെട്ടാൻ വേണ്ടി 5 സെന്റോ 10 സെന്റോ വാങ്ങുമ്പോഴേക്കും ആ സ്ഥലം കൊണ്ടുപോയി മോർഗേജിൽ കൊടുത്തു, പണയപ്പെടുത്തി. ബാങ്കുകാരന് 10 ലക്ഷം 50 ലക്ഷം ബാങ്കുകാരന്റെ പലിശയുടെ പൈസ വാങ്ങി 10%, 8%, ഇനി 0.5% ഇൻട്രസ്റ്റ് കൊടുത്താലും ശരി, അത് ഹറാമല്ലേ? ആ ഹറാമിന്റെ പൈസ കൊണ്ടാണ് തറ കെട്ടിയത്, അതുകൊണ്ടാണ് ചുവര് വെച്ചത്, അതുകൊണ്ടാണ് മണൽ വാങ്ങിയത്, അതുകൊണ്ടാണ് പെയിന്റ് വാങ്ങിയത്, അതുകൊണ്ടാണ് കരാറുകാരന്
പൈസ കൊടുത്തത്, അതുകൊണ്ടാണ് നിങ്ങൾ വാർപ്പ് കഴിച്ചത്, ആ പലിശ കൊണ്ടാണ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയത്. ഇതൊക്കെ ചെയ്തു കൂട്ടിയത് 2 കൊല്ലം കൊണ്ട് എന്റെ വീട് പൂർത്തിയാക്കി നാട്ടുകാരെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ? അല്ലേ? എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല പെണ്ണെ ഭർത്താവിനോട് ലോൺ എടുക്കാൻ നീ തലയിണ മന്ത്രം പറഞ്ഞത്. നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടിയല്ല സഹോദര, നിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ. അള്ളാഹുവിന്റെ സഹായം അല്പാൽപമായി അള്ളാഹു തരുന്നത് കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ, അള്ളാഹുവിന്റെ സഹായം വരുന്നവരെ ക്ഷമിച്ചിരിക്കാൻ നിനക്ക് സാധിക്കാതെ പലിശ ബാങ്കുകൾ കൊണ്ടുപോയി പണയപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് ഖൈറുണ്ടാവുക? ആ വീടുകളിലെ മക്കൾ ഓടിപ്പോയെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ വീട്ടിലെ മക്കൾ കൊലപാതകളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ വീട്ടിൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറി വരിക? കല്യാണം കഴിക്കുന്ന നേരത്ത്, വിവാഹം നടക്കുന്ന സമയത്ത് അവനവനെ വിളിക്കാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ആളുകളെ കഴിവിന് മാത്രം ചെലവ് ചെയ്ത് നടത്തേണ്ട കല്യാണങ്ങൾ പൊടി പൊടിക്കാനും നാട്ടുകാരെ കണ്ണു തള്ളിക്കാനും വേണ്ടി പലിശയുടെ പൈസ എടുത്ത് ആയിരക്കണക്കിന് ആളുകളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്തിവിട്ട നാട്ടുകാരെ, ഹറാമിന്റെ ഭക്ഷണം കഴിപ്പിച്ചു കൊടുത്ത വീട്ടുകാരെ അല്ലാഹുവിനോട് എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? അല്ലാഹു ഇത് പൊറുക്കുമോ? പലിശ ഏർപ്പാടുകൾ, പണയപ്പെടുത്തുന്ന ഏർപ്പാടുകൾ, സൽക്കാരം നടത്താൻ ഭർത്താവ് ഗൾഫ് നയിക്കുന്ന പൈസ നാട്ടിലേക്ക് എത്താൻ 2 ദിവസത്തെ താമസം വരുമെന്ന് കാണുമ്പോഴേക്കും ഉള്ള ആഭരണങ്ങൾ മുഴുവനും പെറുക്കിയെടുത്ത് ബാങ്കുകാരന് കൊടുക്കുകയും പലിശയുടെ പൈസ കൊണ്ടുവരികയും ചെയ്ത് സദ്യ നടത്തുന്ന വീട്ടുകാരെ, നിങ്ങൾ നാട്ടുകാരോട് എഴുതി വെച്ച് പറയണം കേട്ടോ, എന്റെ വീട്ടിലെ സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പലിശയുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് എങ്കിൽ സൂക്ഷ്മതയുള്ള ആളുകൾക്ക് തിരിച്ചു പോകാം. അത് കാണുന്ന ആളുകൾക്ക് ഹറാമ് തിന്നാൻ പാടില്ലെന്നറിയുന്നവർക്ക് തിരിച്ചു പോകാനെങ്കിലും പറ്റിയേക്കും. അതൊന്നും ചെയ്യാതെ ആരെ ഞെട്ടിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ് ഹറാമിന്റെ സമ്പാദ്യം ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? ഒരു കാലം വരും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്, മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി. പോസ്റ്റ് ഓഫീസുകാരൻ വരും, കുറിക്കാരൻ വരുന്നുണ്ട്. 5000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ, അല്ലേ, 10000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് 12000 രൂപ അടക്കാൻ പറ്റിയേക്കും. 2 കൊല്ലം കൊണ്ട് 24000. അത് നിങ്ങൾ ഒരു 5 കൊല്ലം കാത്തു നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.5 ലക്ഷം. അല്ലേ? പൈസയല്ലേ വരുന്നത്, ലാഭത്തിന് മേൽ ലാഭമല്ലേ വരുന്നത്, ഇരട്ടിക്കിരട്ടിയല്ലേ വരുന്നത്. പൊന്നു സഹോദരിമാരെ, വഞ്ചിക്കപ്പെടല്ലേ. പോസ്റ്റ് ഓഫീസിന്റെ കുറികൾ നിങ്ങൾ സൂക്ഷിക്കണം. പലിശയുടെ കുറികൾ അതിന്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട്. നിങ്ങൾ അടക്കുന്ന പൈസയിൽ ഒരൊറ്റ ഫീസെങ്കിലും ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് അധ്വാനിക്കാതെ, നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത്, ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടി തരാം, ഇത്ര കൊല്ലം കൊണ്ട്, ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ, ഹറാമിന്റെ പൈസയല്ലേ? അത് തിരിച്ചു വാങ്ങിച്ചോളൂ. നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ? അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട, അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ. ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടി വരുന്ന പോളിസിക്കാരാ. ലൈഫ് ഇൻഷുറൻസ് ഹലാലാണെന്ന് അവർ വാദിക്കാറുണ്ട്. ഇത് ശരീഅത്തിന്റെ, ഇസ്ലാമിന്റെ ഖജാന പോലെ, ബൈത്തുൽ മാൽ പോലെയാണെന്ന് പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും. ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇൻഷുർ എപ്പോഴാണ് അള്ളാഹു ഹലാലാക്കിയത്, അനുവദിച്ചു തരുന്നത്? ഹലാലാക്കിയതല്ല, അള്ളാഹു പുറത്തു തരുന്നത് എപ്പോഴാണ്? ഗത്യന്തരമില്ലാത്ത ഇൻഷൂറുകൾ. നിങ്ങളൊരു വാഹനം മേടിക്കണം, ആ വാഹനം റോഡിലിറങ്ങാൻ റോഡിന്റെ ഇൻഷൂർ വെക്കണം, ഇൻഷൂർ ചെയ്യണം. വാഹനം നിവർത്തിയില്ല, ചെയ്തേ പറ്റൂ, ഒരു കുഴപ്പമില്ല. ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണോ? യാത്രാ ഇൻഷുറൻസ് അങ്ങനെയാണോ? നിങ്ങൾ ചെയ്യുന്ന ബാക്കി ഇൻഷുറൻസുകൾ അങ്ങനെയാണോ? ഗത്യന്തരമില്ലാത്തവർക്കല്ലേ അള്ളാഹു അനുവദിക്കൂ. അല്ലാത്തത് എങ്ങനെയാണ് അള്ളാഹുവിന് മുമ്പിൽ കയ്യും കെട്ടി പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ട് പോളിസി എടുത്ത ആളുകളെ, നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്കുള്ളതാണ്, ഹലാലാണത്. അതിലേറെ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു
പോകുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇത്ര തരാമെന്ന് പറയുന്ന സംവിധാനം പലിശയുടെ പൈസയല്ലേ? سيأتي على الناس زمان لا يبالي ما أخذ منه أم من الحلال أم من الحرام. കിട്ടുന്ന പൈസ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ, പണ്ഡിതന്മാരോടൊന്ന് കൂടിയാലോചന ചെയ്യാതെ, ഒന്ന് ചോദിക്കാതെ പൈസകൾ വരട്ടെ, എമ്പാടും വരട്ടെ, ഹലാലും ഹറാമും പ്രശ്നമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം ദുഷിച്ച ആളുകൾ ജീവിക്കുന്ന കാലത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാറ്റം വരണം സഹോദരിമാരെ, മാറ്റങ്ങൾ വരണം സഹോദരന്മാരെ. സമ്പത്ത് ശുദ്ധമാകാതിരുന്നാൽ അപകടമല്ലേ? യഖൂലുൽ അബ്ദു ഐ റബ്ബി ഐ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ എത്രയോ ആളുകൾ അഗ്ബറ അശ്അഥ, മുടി ജട പിടിച്ചിട്ടുണ്ട്, ശരീരം പൊടി പുരണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ഏതോ ഒരു ത്യാഗിവരനെ പോലെ കാണുന്ന ആളുകൾ യാ റബ്ബി യാ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവർക്ക് അല്ലാഹു ഉത്തരം തരിക? മഅ്കലുഹു ഹറാം വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളം ഹറാമിന്റെ വെള്ളമാണ്, കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. അവൻ ധരിച്ച വസ്ത്രം ഹറാമിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. എല്ലാം ഹറാമായിരിക്കെ എങ്ങനെ അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. വട്ടി പലിശക്ക് കൊടുക്കുന്നവരെ കുറിച്ച് പറയാനുണ്ടോ? പലിശ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഇവിടെ ചർച്ച വേണ്ടതുണ്ടോ? ബാക്കി വിഷയങ്ങൾ പോലും ഇത്ര ഗൗരവമാണെങ്കിൽ പലിശക്ക് ഉപയോഗിക്കുകയും സേവിംഗ് ബാങ്കുകളിൽ വെച്ചിട്ട്, സേവിംഗ് അക്കൗണ്ടുകളിൽ വെച്ചിട്ട് അതിന്റെ പൈസ കൊണ്ട് തിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെയോ മറ്റോ ഏർപ്പാടുകൾ മുസ്ലിമിന്റെ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് ആ ശരീരം സ്വർഗത്തിലേക്ക് പോവുക? എന്താണ് ഹദീസ്? കുല്ലു ലഹ്മിൻ, ഏതൊരു ശരീരവും നബത മിൻ സുഹ്തിൻ, ഹറാമിൽ നിന്ന് പരിപോഷണം ലഭിച്ചത്, ഹറാമിൽ നിന്ന് കുടിച്ചത്, ഹറാം തിന്ന് വളർന്നത്, അങ്ങനത്തെ ശരീരം അന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് അല്ലാഹുവിന്റെ നരകമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, നമ്മുടെ സദസ്സിലേക്ക് നിങ്ങൾക്ക് ബക്കറ്റുമായി വരുന്നുണ്ട്, നമ്മുടെ വോളണ്ടിയേഴ്സ് നിങ്ങളെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും നല്ല എന്ത് ചെയ്യണം? ഹദിയ നൽകിയിട്ട് പരിപാടി വിജയിപ്പിക്കണേ ഇൻഷാ അല്ലാഹ്. നമ്മുടെ റൂൾസ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല സംഭാവന ചെയ്തിട്ട് നിങ്ങൾ ആ വിഷയം വിജയിപ്പിക്കണേ. അല്ലാഹു തആല നമ്മളത് പറ്റിപ്പോയ ഈ ഹറാമുകളൊക്കെ പൊറുക്കപ്പെടാനെങ്കിലും അത് കാരണമായേക്കും. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. عجب التحدي برزق الحلال. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു സംഭവം കൂടെ, തകൂനു ഇബ്ലുൽ ലിശയാതീനി വബൈതുൽ ലിശയാതീൻ. അന്ത്യനാളിന്റെ അടയാളത്തിൽ പറഞ്ഞ സംഭവമാണിത്. തകൂനു ഇബ്ലുൽ ലിശയാതീനി വബൈതുൽ ലിശയാതീൻ. പിശാചുക്കൾക്ക് വേണ്ടി ഒരു ഒട്ടകവും പിശാചുക്കൾക്ക് വേണ്ടി ഒരു വീടും ഉണ്ടാകുന്ന കാലം എന്ന് പറഞ്ഞാൽ, തനിക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം ജായിസാണ്, അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ വേറൊരു വാഹനം കൂടെ മേടിച്ചു, അത് ഉപയോഗിക്കുന്നേയില്ല, അത് പാർക്കിംഗ് കിടക്കുക, അത് നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഉദാഹരണം പറയാം, അവൻ ഉപയോഗിക്കുന്നത് അവന് ഹലാലാണ്. ഉപയോഗിക്കാതെ വെക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞത്, ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം, ആരാണ് പിന്നെ അതിൽ കയറിയിരിക്കുക? അശ്ശയാതീൻ, പിശാചുക്കളാണ്.
ഉപയോഗിക്കാത്ത വാഹനം മനുഷ്യൻ ഉപയോഗിക്കുന്നതുണ്ടായിരിക്കെ ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പാർക്കിങ്ങിൽ വെറുതെ വെക്കാനും അങ്ങനെ വെക്കപ്പെടുന്നത് പിശാചാണ് അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനത്തെ കാലം വരും. വീട് ഒന്നുണ്ട് താമസിക്കാൻ, എവിടെയോ മറ്റൊരു വീട്, ഒരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെന്റ്, ഒരു റിസോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ പോയി താമസിക്കുന്നുണ്ടോ? ഇല്ല, പൂട്ടിട്ടിരിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ അവിടെ താമസിക്കാതെ വന്നാൽ ആരാണ് അവിടെ താമസിക്കുന്നത്? പിശാചുക്കളാണ്. പിശാചിന് വേണ്ടി ഒരു വാഹനവും പിശാചിന് വേണ്ടി ഒരു വീടും വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നതും ഉപയോഗിക്കാത്തതും. നമ്മുടെ ആവശ്യം നിർവഹിക്കാനല്ല, അതിനപ്പുറത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നത്. വാഹനം എക്സ്ട്രാ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊന്നുമല്ല, വെറുതെ കിടക്കുകയാണ്. പിശാചിന് വേണ്ടി ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ പിശാചിന് വേണ്ടി ഒരു വാഹനം. പിശാചിന് വേണ്ടി ഒരു വീടും. വീട് കൂട്ടി പോവാം, അകാരണമായി വീട് കൂട്ടി പോവാം. ഈ ഗൾഫുകാർക്കൊക്കെ സംഭവിക്കുന്ന പ്രശ്നമാണ്. ഫാമിലി സഹിതം അവിടെയാണ്, ഇവിടുത്തെ വീട്ടിൽ ആരുമില്ല, കൂട്ടി പോവാണ്. ആരാ പിന്നെ അവിടെ താമസിക്കുക? പിശാചുക്കളാ താമസിക്കുക. പിശാചിന് വേണ്ടി ഒരു വീട് വാങ്ങിച്ചു വെക്കുന്നത്. ഉപയോഗിക്കാതെ ചെന്നു കയറാതെ താമസിക്കാതെ അനാവശ്യമായി വീടുകൾ വാങ്ങിക്കൂട്ടുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഖൗമുൻ യഖ്ളബൂന ഫീ ആഖിരി الزമാനി ബിസ്സവാദ് കഹവാസിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്നഹ്. മനുഷ്യന്റെ തലമുടികൾ നരച്ചു പോകുന്ന സമയത്ത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തലമുടികളിൽ കറുപ്പ് പുരട്ടുന്നവർ, മുടി കറുപ്പിക്കുന്ന ആളുകൾ, സ്വർഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ്, അഹ്മദ്, നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായപ്പോൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് പ്രായമായ ആ മനുഷ്യനെ അഷ്റഫുൽ ഖൽഖിന്റെ ടെന്റിലേക്ക്